നിങ്ങളുടെ എക്സാമിന് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ പുതിയ മോഡലിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണിത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ക്യാൻ ബി ദ ഡിഫറൻസ് ഓഫ് ടു ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്? ഈ തന്നിരിക്കുന്ന ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ഇതിനകത്ത് ഏത് നമ്പർ വരാൻ സാധ്യതയുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക, ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. കോമൺ ഡിഫറൻസ് എത്രയാണ്? 10ഉം 6ഉം 16, 16ഉം 6ഉം 22. അപ്പോൾ 6ആണ് ഇവിടെ കോമൺ ഡിഫറൻസ്. അപ്പം എന്ത് നോക്കിയാൽ മതി? നമ്മൾ 6ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള നമ്പേഴ്സ് ഇതിനകത്ത് ആരുടെ നോക്കി, അതായത് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ളവരായിരിക്കും എന്തിവിടെ രണ്ട് നമ്പേഴ്സിന് ഡിഫറൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ആൻസർ എന്താണ്? ഈ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, then the second question, in the picture the rectangle joining the midpoint of the sides of the triangle is drawn. The point marked arbitrarily within the triangle. What is the probability that it will be within the rectangle? നമ്മളൊരു കുത്തിടുകയാണെങ്കിൽ അത് ഇതിനകത്ത് വീഴാനുള്ള പോസിബിലിറ്റി എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ ചിത്രത്തിനെ എന്ത് ചെയ്യുക, ഒരേപോലെ എത്ര ഡിവിഷൻസ്, ഈക്വൽ ഡിവിഷൻസ് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നു. അപ്പോൾ ഇതിലെ കൂടെ ഇങ്ങനെ ഒരു വരയും കൂടെ വരച്ച് കഴിഞ്ഞാൽ എന്താവും? ഒരേപോലെയുള്ള 1, 2, 3, 4 ഈക്വൽ ഡിവിഷൻസ് കിട്ടും. അതുകൊണ്ട് തന്നെ ആ 4 എണ്ണത്തിൽ 2 എണ്ണം ഈ ഡിവിഷനകത്ത് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് എഴുതാം? 2/4 ആണ്. 2/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/4 എന്ന് വെച്ചാൽ 1/2. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റായ ആൻസർ. ക്ലിയർ അല്ലേ? ചോദ്യം നമ്പർ 3, ദ ആൾജിബ്രൈക് ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് xn is equal to 4n minus 3. വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എനി ടേം ഓഫ് ദി സീക്വൻസ് ബൈ 4? ഇതിനകത്തെ ഏതൊരു ടേമിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ ജനറൽ ആൾജിബ്രിക് ഫോമിൽ ജനറൽ ഫോം എന്ന് പറയുന്നത് 4n minus 3 ആണ്. അപ്പോൾ നമുക്കറിയാം, അതായത് റിമൈൻഡർ -3 ആണ് വന്നിരിക്കുന്നത്. സോ ആൻസർ എന്തായിരുന്നു? 4 - 3 ആയ 1 ആയിരിക്കും എപ്പോഴും റിമൈൻഡർ. അതെങ്ങനെ വന്നതെന്ന് കൂടെ കാണിച്ചു തരാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 1 - 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 4 × 2 - 3. 8 - 3 5. അടുത്തത് 4 × 3 12 - 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 8. അപ്പോൾ ഈ നമ്പർ 12 - 3 9, 9 ആണ്. നോക്കുക, ഈ നമ്പറിനെയൊക്കെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 1 അല്ലേ? സോ ആൻസർ ഈസ് എന്താണ്? ഓപ്ഷൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റായ ആൻസർ. അടുത്തത് നാലാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ട്രയാങ്കിൾസ് ക്യാൻ ബി ലാറ്ററൽ ഫേസസ് ഓഫ് ദി സ്ക്വയർ പിരമിഡ്? ഒരു ട്രയാങ്കിളിൻ്റെ ലാറ്ററൽ ഫേസ് ആയിട്ട് വരുമ്പോൾ ഇതിലേതാണ് ലാറ്ററൽ ഫേസ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതെന്നാണ് ചോദ്യം. അപ്പോൾ എപ്പോഴും ലാറ്ററൽ ഫേസിൻ്റെ ആ ടോപ്പ് എഡ്ജ് എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ 90 ആയിരിക്കണം കേട്ടോ. അപ്പോൾ ലെസ് ദാൻ 90 വരുന്ന കേസ് എന്ന് പറയുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? ഈ ലാസ്റ്റ് ഓപ്ഷൻ ഡിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായ ആൻസർ. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, which of the following are the coordinate of the point where the graph of the polynomial x² - 4x intersect the x-axis? x-axis കട്ട് ചെയ്യുമ്പോഴുള്ള പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്നായിരുന്നു. അപ്പോൾ എന്തായാലും x-axis കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാത്തിലും 0 0 അവിടെ കൊടുത്തിട്ടുണ്ട്. x-axis എങ്ങനെയായിരിക്കണം? y എലമെൻറ്റ് 0 ആയിരിക്കും. y എലമെൻറ്റ് 0 ആയിട്ട് വരുന്ന കേസസ് ഏതൊക്കെയാണ്? y എലമെൻറ്റ് 0 ആയിട്ട് വരുന്ന ഈ കേസിലും ഉണ്ട്. ഈ കേസ് അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ആണ് ഇവിടെ സാധ്യതയുള്ളത്. ഇനി നോക്കുക, നമ്മൾ ഈ x² - 4x ആണല്ലോ ഇക്വേഷൻ. അതിനകത്തുനിന്ന് x² - 4x = 0യിൽ എക്സ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ x - 4 = 0, വേറെ x = 0 വരാം. ഇവിടെ x - 4ൽ 0 ആണെങ്കിൽ x = 4 വരാം. അപ്പോൾ എക്സിന് 4 വരുന്ന സാധ്യത ഏതാണ്? ഓപ്ഷൻ എ ആണ്. -4 അല്ല, +4. ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസർ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6, ദ മീഡിയൻ ഡെയിലി വേജ് ഓഫ് 25 വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി ഈസ് 1000 rupees. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് ദെയർ വേജസ്. ഈ താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ച് നോക്കുക, ഈ കൂലിയുമായി ബന്ധപ്പെട്ടത്. ചോദ്യം നമ്പർ 1, ദ ഡെയിലി വേജസ് ഓഫ് എവറി വർക്കർ ഇൻ ദ ഫാക്ടറി ഈസ് മോർ ദാൻ 1000. മീഡിയൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം മിഡിലിൽ നിൽക്കുന്ന ആളുടെ കൂലിയാണ്. അപ്പം മിഡിലിൽ നിൽക്കുന്ന ആളുടെ കൂലി എന്ന് പറഞ്ഞാൽ 1000-നേക്കാൾ താഴെ വാങ്ങുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, 1000-നേക്കാൾ മുകളിൽ വാങ്ങുന്നവരുണ്ടാവും. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്. ഡെയിലി വേജസ് ഓഫ് എവറി വർക്കർ ഇൻ ദിസ് ഫാക്ടറി മോർ ദാൻ 1000. എല്ലാവരും 1000-ന് മുകളിൽ വാങ്ങുന്നവരാണോ? അല്ല, അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 12 വർക്കേഴ്സ് ഇൻ ദ ഫാക്ടറി ഗെറ്റ് 1000 rupees മോർ ആസ് ഡെയിലി വേജസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 12 പേര്, അതായത് മൊത്തം 25 പേരാണ്. 25 പേരിൽ കറക്റ്റ് 13 തൊട്ടാണല്ലോ മിഡിൽ ആൾ.
അപ്പോൾ 13 മുകളിലേക്കുള്ള 12 പേരും എന്തായാലും 1000-ൽ കൂടുതലുള്ളതാണെന്നാണ് പറയുന്നത്. അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? 12 വർക്കേഴ്സ് ഇൻ ദിസ് ഫാക്ടറി ഗെറ്റ് 1000 rupees ഓർ ലെസ് ആസ് ഡെയിലി വേജ്. 12 പേര് എന്താണ് 1000-ഓ 1000-ൽ താഴെയോ ഉള്ളവരാണ്. അതും ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. സോ 25,000 rupees ഈസ് നീഡഡ് ടു പേ 1 day's വേജസ് ഫോർ ദ വർക്കേഴ്സ് ഇൻ ദിസ് ഫാക്ടറി. അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 2 and 3 കറക്റ്റ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഓപ്ഷൻ ബിയിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്തത് ചോദ്യം നമ്പർ 7. സ്റ്റേറ്റ്മെൻറ്റ് 1 റീഡ് ദ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ബിലോ. 2, 1, 5, 3, 11, 7 ആർ പോയിൻ്റ് ഓൺ എ സ്ട്രേറ്റ് ലൈൻ. ഇത് ഒരു സ്ട്രേറ്റ് ലൈനിലെ പോയിൻ്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ സ്ലോപ്പ് നോക്കുക. 2, 1, 5, 3യുടെയും 5, 3, 11, 7 എന്നിവയുടെയും സ്ലോപ്പ് ഒന്ന് തന്നെയാണെങ്കിൽ അതൊരു സ്ട്രേറ്റ് ലൈനിലെ പോയിൻ്റാണ്. അതാദ്യം നോക്കിയിട്ട് വരാം അല്ലേ. നമുക്ക് ഈ പോയിൻറ്റ്സിൻ്റെ സ്ലോപ്പ് ഒന്ന് നോക്കാം. സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇതിനെ x1 y1 x2 y2 എന്ന് വിളിച്ചാൽ y2 മൈനസ് y1 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 5 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3. 2/3 ആണ് ഇവിടുത്തെ സ്ലോപ്പ്. അടുത്ത ഇത് രണ്ടും നോക്കാം. അപ്പോൾ ഇത് x1 y1 x2 y2 നോക്കാം. എന്താണ് y2 മൈനസ് 7 മൈനസ് 3 ഡിവൈഡഡ് ബൈ 11 മൈനസ് 5. 7 മൈനസ് 3 എന്താണ്? 4/11 മൈനസ് 5 6. കട്ട് ചെയ്യുമ്പം 2/3. അപ്പോൾ എന്താണ്? രണ്ടിൻ്റെയും സ്ലോപ്പ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ 2, 1, 5, 3, 11, 7 എന്നത് ഒരു സ്ട്രേറ്റ് ലൈനിലെ പോയിൻ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻ എ ലൈൻ നോട്ട് പാരലൽ ടു എയ്തർ ആക്സിസ്. ഒരു ലൈന് എന്താണ്? ആക്സിസുകൾക്ക് പാരലൽ അല്ലാത്ത ഒരു ലൈൻ. ഇഫ് യു ഡ്രോ ദ ലൈൻസ് പാരലൽ ടു ദ ആക്സിസ് through any pair of points, the right triangle those formed are similar. എന്താണ് ആ വരയിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും? പാരലായിട്ട് ആക്സിസിന് പാരലായിട്ട് മറ്റൊരു 2 ലൈൻസോ പെയർ ഓഫ് ലൈൻസ് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പോയിന്റ് എന്തായി ഫോം ചെയ്യപ്പെടുന്നു? റൈറ്റ് ട്രയാങ്കിൾ അവിടെ ഫോം ചെയ്യപ്പെടുന്നു. ദേ ആർ സിമിലർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിയാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഓപ്ഷനിലേക്ക് നോക്കാം. ഓപ്ഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫോൾസ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫാൾസ്. അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം ഫാൾസായിട്ട് 2 ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ എന്താ? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ റീസൺ ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ് 1. 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിന് കാരണമാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ. Read the 2 statement below. Statement 1. The tangent to a circle from a point outside are equal. എന്താണ്? ഒരു സർക്കിളിൻ്റെ പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്നും, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഒരു സർക്കിളിൻ്റെ പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുന്നുവെങ്കിൽ ആ ടാൻജൻറ്റിൻ്റെ നീളം ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ ടാൻജൻറ്റ് ത്രൂ എ പോയിന്റ് ഓൺ എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയമീറ്റർ ത്രൂ ദ പോയിന്റ്. എന്താണ്? ഒരു സർക്കിളിൽ കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഡയമീറ്ററിന് പെർപെൻഡിക്കുലറായിട്ടൊരു ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ എന്താണ്? അത് ഈ സർക്കിളിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഇതിൽ ഈ ഡയമീറ്ററിനെ ടച്ച് ചെയ്തുകൊണ്ട് ഒരു ടാൻജൻറ്റ് വരച്ചാൽ തീർച്ചയായിട്ടും ഈ ടാൻജൻറ്റും ഈ റേഡിയസും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ 90 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണ്. അപ്പോൾ ഇവിടെ നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് അതല്ല. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ് അതല്ല. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ, ദ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് റീസൺ ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ് 1. അപ്പം ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ. ഓക്കെ, അങ്ങനെ സെക്ഷൻ എയിലെ 8 ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്തു. അടുത്തത് സെക്ഷൻ ബിയിലേക്ക് പോവാം. അടുത്തത് സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ക്യാൻ എ സിംഗിൾ ടൈം ബി ആൻ ഓഡ് നമ്പർ? വൈ? ഒരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് നമ്മൾ എഴുതി, അവിടെ ഒരു ടൈം മാത്രം ഓഡ് നമ്പർ ആകുമോ? എന്തുകൊണ്ട്? അതാണ് ചോദ്യം. ഒരു ടൈം മാത്രം ഓഡ് നമ്പർ ആകുമോ? ഇല്ലല്ലോ, ധാരാളം ഓഡ് നമ്പേഴ്സ് ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് എന്ത് എഴുതാം? അങ്ങനെ സംഭവിക്കില്ല. തീർച്ചയായിട്ടും എന്ത് സംഭവിക്കില്ല? ഓൺലി 1 ടൈം കനോട്ട് ബി ആൻ ഓഡ് നമ്പർ. ഒരു ടൈം മാത്രമായിട്ട് അവിടെ ഓഡ് നമ്പർ വരില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ റീസൺ എങ്ങനെ എഴുതും?
അപ്പോൾ 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ നമ്മൾ റീസൺ ആയിട്ട് വെറുതെ ജസ്റ്റ് ഓൺലി വൺ ടേം cannot be an odd number എന്ന് പറയാതെ ഇത്രയും ആയിട്ട് എഴുതുക. ഇഫ് ദ കോമൺ ഡിഫറൻസ് ഈസ് ആൻ ഓഡ് നമ്പർ, ദ നെക്സ്റ്റ് ടേം ഓഫ് ദിസ് നമ്പർ ഈസ് ആൻ ഈവൻ നമ്പർ ആൻഡ് ദ നെക്സ്റ്റ് ടേം ഈസ് ആൻ ഓഡ് നമ്പർ. ദെയർഫോർ in an arithmetic sequence where all terms are natural numbers, only one term cannot be an odd number. Okay. The 10th question. The 5th term of an arithmetic sequence is 10 and 11th term is 30. What is the 23rd term of the sequence? Calculate the sum of the first 27 term of the sequence. നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 5th term എന്ന് പറയുന്നത് 10ഉം 11th ടേം എന്ന് പറയുന്നത് 30ആണ്. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. കോമൺ ഡിഫറൻസ് D is equal to ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണല്ലോ. 30 - 10 20 / 11 - 5 6 വരും. സോ 10/3 ആണല്ലോ. 10/3 ആണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അവരുടെ ചോദ്യം എന്താണ് അടുത്തത്? വാട്ട് ഈസ് എ 23rd ടേം ഓഫ് ദി സീക്വൻസ്? 23ാമത്തെ പദത്തിലാണ്. ഇപ്പോൾ 23rd ടേം നമുക്ക് 23rd ടേം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ 23rd ടേം എന്ന് പറയുന്നത് 11ാമത്തെ പദത്തിനോട് കൂടി എത്ര എണ്ണം കൂട്ടിയാൽ മതിയാവും? 23rd ടേം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്മൾ 11ാമത്തെ ടേമിനോട് 11th ടേമിനോട് കൂടി 12D ആഡ് ചെയ്താൽ മതിയല്ലോ. 11th ടേം എന്ന് പറയുന്നത് 30ആണ് അല്ലേ? 11th ടേം നമ്മൾ എഴുതിയിട്ടുണ്ട്. 11th ടേം എന്ന് പറയുന്നത് 30ആണ്. 30നോടുകൂടി 12D. സോ 12 × D എന്ന് പറയുന്നത് ആരാണ്? 10/3. സോ ഇത് കട്ട് ചെയ്യുമ്പോൾ 4 വരും. സോ 30 + 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 27ാമത്തെ ടേം ആരാണ്? 70 ആയിരിക്കും. അടുത്തത് സം ഓഫ് ഫസ്റ്റ് 27 ടേം ആണ്. സം ഓഫ് 27 ടേം ഈസ് ഈക്വൽ ടു എന്താണ്? n/2 × x1 + xn ആണല്ലേ. അപ്പം 27 ടേം വരുമ്പോൾ 27/2 × x1 + xn. x1 അതായത് x1 മുതൽ x27 വരെ. അതായത് ഞാൻ ആ സീക്വൻസ് ഇവിടെ ഒന്ന് എഴുതാം. 1 മുതൽ 27 വരെ. അടുത്തത് 2 26 3 25. അപ്പോൾ ഇത് ഏതൊരു ടേമിൻ്റെയും സമ്മ് സെയിം തന്നെയല്ലേ? ആ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് അവിടുന്ന് 5th ടേമും 23rd ടേമും കറക്റ്റ് അല്ലേ? 5th ടേം നമ്മുടെ കയ്യിലുണ്ട്, 23rd ടേമും കറക്റ്റാണ്. ഇത് രണ്ടും നമ്മുടെ കയ്യിൽ. ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് നമുക്കറിയാമല്ലോ. 5th ടേം പ്ലസ് 23rd ടേം. 5th ടേം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 5th ടേം എന്ന് പറയുന്നത് 10ഉം 23rd ടേം എന്ന് പറയുന്നത് 70. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചായിരുന്നല്ലോ. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കി, അല്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് നോക്കണേ. ഇതെങ്ങനെയാണ് വന്നത് നോക്കിക്കോണം. സോ 27/2 × 80 കട്ട് ചെയ്യുമ്പോൾ രണ്ടും കൂടെ കട്ട് ചെയ്യുമ്പോൾ 27 × 40 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1080 ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ചെയ്യാം. ദ സം ഓഫ് ദ 7th ടേം ആൻഡ് 15th ടേം ഓഫ് an arithmetic sequence is 50. What is the 11th term? If the common difference of such arithmetic sequence is 3, what is the 13th term? What is the sum of the first 25 terms? നിങ്ങൾ വായിക്കുമ്പോൾ വലിയ ടെൻഷൻ ഒന്നും വയ്ക്കേണ്ട, സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് നോക്കിക്കോ. സം ഓഫ് 7th ആൻഡ് 15th ടേം എന്ന് പറയുന്നത് 50 ആണ്. അപ്പം 8ഉം 14ഉം കൂട്ടിയാലും 50 ആണ്. 9ഉം 13ഉം കൂട്ടിയാലും 50 ആണ്. 10ഉം 12ഉം കൂട്ടിയാലും 50 ആണ്. അപ്പം നടുവിൽ 11ാമത്തെ ടേം ഒറ്റയ്ക്ക് നിൽക്കുക. അപ്പോൾ എന്തായാലും 11th ടേം എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതി ആയിരിക്കില്ലേ? ശരിയല്ലേ? അപ്പോൾ 11th ടേം എന്ന് പറയുന്നത് the 11th ടേം ഇസ് ഈക്വൽ ടു 50/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ആയിരിക്കും 11th ടേം. അത് സംശയമൊന്നുമില്ലല്ലോ. ദെൻ 13th ടേം അപ്പം കണ്ടുപിടിക്കട്ടെ. 13th ടേം എന്ന് പറയുന്നത് അതായത് 9th ടേമും എന്താണ് 9th ടേമും 13th ടേമും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 50 കിട്ടുന്നത്. അപ്പം നമുക്ക് 11th ടേം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 13th ടേം കണ്ടുപിടിക്കുന്നത് ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പം നമ്മളത് 13th ടേം ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ഇതിനോടുകൂടി 11ാമത്തെ ടേം എന്ന് പറയുന്നത് ആരാണ്? 11th ടേം 25നോടുകൂടി എത്ര 3 ആഡ് ചെയ്യണം? 2 3 ആഡ് ചെയ്താൽ പോരെ. 25 + 3 + 3 ആഡ് ചെയ്താൽ പോരെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 + 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 31 ആണ് 13ാമത്തെ ടേം. കോമൺ ഡിഫറൻസ് അവിടെ 3 ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഈ തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന സം ഓഫ് ഫസ്റ്റ് 25 ടേംസ്, ആദ്യത്തെ 25 പദങ്ങളുടെ സമ്മാണ് ചോദിക്കുക. അപ്പോൾ 13ാമത്തെ ടേം നമുക്ക് മനസ്സിലായി. 13th ടേം ആരാണെന്ന് മനസ്സിലായി. 13th ടേം എന്ന് പറയുന്നത് 25ആണ്, ശരിയല്ലേ? അപ്പോൾ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ മതി, സം കണ്ടുപിടിക്കാം. അപ്പോൾ 31 ഇൻറ്റു 25 ചെയ്താൽ മതി. ആദ്യത്തെ 31 ഇൻറ്റു 25, ദാറ്റ് ഈസ് 775 ആയിരിക്കും സം എന്ന് പറയുന്നത്. ഓക്കെ, ഈ നമ്പറിൽ കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഇത്രയും ടെൻഷൻ അടിക്കുമെന്ന് വേണ്ട. നോക്കൂ, 1 2 3 4 5 ഇത്രയും നമ്പറിൻ്റെ സമ്മ് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കാം. ഇതിൻ്റെ പ്രോഡക്റ്റ് എത്രയാണ്? ഇതിൻ്റെ സമ്മ് എത്രയാണ്? 6. ഇതിൻ്റെ സമ്മ് എത്രയാണ്? 6. ഇത് 3. അപ്പോൾ 6 6 12 3 15ആണ് ടോട്ടൽ. ഇനി നിങ്ങൾ നോക്കി മിഡിൽ ടൈം എടുക്കുക. മിഡിൽ ടൈം ഇൻറ്റു 1 2 3 4 5 നമ്പർ ഓഫ് ടൈം എത്ര? 3 ഇൻറ്റു 6 സോറി 1 2 3 4 3 ഇൻറ്റു 5 എത്രയാണ്? 15. കണ്ടോ, മിഡിൽ ടൈം ഇൻറ്റു നമ്പർ ഓഫ് ടൈം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സമ്മ് കിട്ടും. മിഡിൽ ടൈം ഇൻറ്റു നമ്പർ ഓഫ് ടൈം ചെയ്താൽ നമുക്ക് സമ്മ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് മിഡിൽ ടൈം കിട്ടിയിരുന്നു. ആ മിഡിൽ ടൈം ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ് 31 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മിഡിൽ ടൈം എന്ന് പറഞ്ഞാൽ 11 ആണ് കേട്ടോ. അല്ലല്ലേ, 13th ടൈം തന്നെയാണ്. സോ 25 ഇൻറ്റു 31 ചെയ്താൽ നമ്മുടെ ആൻസറായി. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് 25 ടൈം എന്ന് വെച്ചാൽ 25ൻ്റെ മിഡിലുള്ള ആരാന്നറിയാം? 25നോട് കൂടി +1 ആഡ് ചെയ്ത് ബൈ 2, അതായത് 26/2, അതായത് 13ാമത്തെ ആൾ. 13ാമത്തെ ആളെന്ന് പറയുന്നത് ഇവിടെ 25 ആയിരുന്നു. സോ 25 ഇൻറ്റു 31 ചെയ്താൽ മതിയാവും. ഓക്കെ, ഇവിടെ മക്കളെ ടീച്ചർ പറഞ്ഞ് തിരിഞ്ഞു പോയില്ലേ? 13ാമത്തെ ആൾ 31 ആണ്. ആദ്യത്തെ 25 പേരുടെ സമ്മ് കണ്ടുപിടിക്കാൻ മിഡിൽ ടൈം ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ്. മിഡിൽ ടൈം എന്ന് പറയുന്നത് 13ാമത്തെ 31 ആണ്. അതേ ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ് 25 ആണ്. ധൃതി കൂടിപ്പോയപ്പോൾ മാറിപ്പോയി കേട്ടോ, സോറിയുടെ മക്കളെ. സോ 775 ആണ് സം ഓഫ് ദിസ് സീക്വൻസ്. ഓക്കെ, 11ാമത്തെ ചോദ്യം. എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു സേ എ 2-digit നമ്പർ വിച്ച് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഒരാൾ ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. കണ്ടീഷൻ ഇതാണ്, അത് 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഓഡ് നമ്പർ? അത് ഓഡ് നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6? അത് 6ൻ്റെ മൾട്ടിപ്പിൾ ആവാനുള്ള പോസിബിലിറ്റി എത്രയാണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9ൻ്റെ മൾട്ടിപ്പിൾ ആവാനുള്ള പോസിബിലിറ്റി എത്രയാണ്? 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ച് ചെയ്തോണം. അപ്പോൾ 2-digit നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ മുതലാണ്? ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എവിടെ മുതലുണ്ട്? 10 മുതൽ 99 വരെയാണല്ലോ. അതിനകത്ത് 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ളവർ, 3യുടെ ടേബിളിൽ വരുന്നവർ എന്താണ്? 12 വരും, 15 വരും, 18 വരും, 21, 24, 27, 30, 33, 36, 39, 42, 45, 48, 51, 54, 57, 60, 63, 66, 69, 72, 72 കഴിഞ്ഞാൽ പിന്നെ 75, 78, 91, 91 യെസ് 91, സോറി 81, 84, 87, 90, 93, 96, 99. സോ മൊത്തം എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കാം നമുക്ക്. 1 2 3 4 5 5 10 15 20 25 30 മൊത്തം 30 എണ്ണമാണ് കേട്ടോ ഉള്ളത്. മൊത്തം 30 എണ്ണം. ഓക്കെ, ഇനി ഓപ്ഷൻ 1 അത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ. ആ കിട്ടുന്ന എല്ലാം ഓഡ് നമ്പർ ആവാനുള്ള പോസിബിലിറ്റി എത്ര എണ്ണം? അപ്പോൾ നോക്കാം. 15 ഓടാണ്. 2 3 4 5 6 7 8 9 10 11 12 13 14
15. സോ ഓപ്ഷൻ എയുടെ ആൻസർ എന്ത് നമുക്ക് എഴുതാം? 15/30 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഇനി ഓപ്ഷൻ ബി എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6? 6ൻ്റെ മൾട്ടിപ്പിൾസ് ആവാൻ സാധ്യതയുള്ളത്. 6ൻ്റെ ടേബിളിൽ വരുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. 1 2 6ൻ്റെ ടേബിളിൽ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? 2ൻ്റെ കണ്ടീഷനും 3യുടെ കണ്ടീഷനും ഒന്നിച്ച് വരുന്ന നമ്പേഴ്സുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതായത് ഈവൻ നമ്പറും ആയിരിക്കണം, 3യുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുന്നത് 30. ഇത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അതും എന്ത് തന്നെയാണ്? ഓപ്ഷൻ ബിയും എന്താണ്? 15/30 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. അടുത്ത് നമുക്ക് 9ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നവർ എത്ര ഉണ്ടെന്നുള്ളതാണ് ഓപ്ഷൻ സിയിലെ ആൻസർ വരുന്നത്. 9ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഇതാ വരുന്നത് തിരിച്ച് കറുപ്പിച്ച് എഴുതാം. 1 2 3 4 5 6 7 8 9 10 അല്ലേ? സോ ആൻസർ ഈസ് 10/30, അതായത് 1/3. 9ൻ്റെ മൾട്ടിപ്പിൾസ് ആവാൻ സാധ്യതയുള്ളത് 1/3. അടുത്തത് അതിൻ്റെ ഓപ്ഷൻ ബി ആണ്. ഈച്ച് ഓഫ് 2 ബോക്സസ് കണ്ടെയ്ൻ സ്ലിപ്പ് ഓഫ് പേപ്പർ വിത്ത് numbers 1 to 10 written on them. If one slip is taken from each box, what is the probability that the product of the numbers is a prime number? What is the probability that the product of numbers is a power of 2? 2ൻ്റെ പവർ ആവാൻ സാധ്യതയുള്ളത് എത്ര നമ്പേഴ്സ് ഉണ്ട്? അപ്പോൾ 1 മുതൽ 10 വരെ 2 ബോക്സിൽ നമ്മൾ നമ്പേഴ്സ് ഇട്ട് വെച്ചേക്കുക കേട്ടോ. 1 to 10 വരെ ഉണ്ട്. ഇതിനകത്ത് 1 to 10 വരെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ 2 ബോക്സിൽ നിന്ന് നമ്മൾ ഓരോന്ന് എടുക്കുമ്പോൾ ആ എടുക്കുന്നതിന് ഇപ്പോൾ ഇവിടുന്ന് 1 1 വരാം, 1 2 വരാം, 1 3 വരാം, എക്സെട്രയിലേക്ക് 1 6 വരെ വരാം. അതുപോലെ 2 1 2 2 1 6 അല്ല 1 10 വരെ വരാം, 2 2 2 3 എക്സെട്ര 2 10 വരെ വരാം. അതുപോലെ താഴേക്ക് എന്തെഴുതാം നമുക്ക്? 3 1 മുതൽ എങ്ങനെയാണ് 10 1 അങ്ങനെ 10 10 വരെ എഴുതാം അല്ലേ? ഇതിനകത്ത് നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഓഡ് വരുന്ന കേസസ് മാത്രമാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പം 1 × 1 അത് ഓടല്ല, 1 × 2 വരും. 1 നമുക്ക് ആൻസർ മാത്രം ടീച്ചറോട് എഴുതാം. എന്താണ്? 1 × 2 വരാം, 1 × 3 വരാം, 1 × 5 വരാം, 1 × 7 വരാം, 2 × 1 വരാം, 2 × വേറൊന്നും വരില്ല അല്ലേ? ഒറ്റ പ്രൈം നമ്പറേ അവിടെ 2 വരുന്നത്. 2 × 1 മാത്രമേ ഉള്ളൂ. ദെൻ 3 × 1 വരാം, 5 × 1 വരാം, 7 × 1 വരാം. ഇത്രയല്ലേ ഉള്ളൂ. ബാക്കി ഏതൊരു നമ്പർ എടുത്താലും ഇപ്പോൾ ഒരു 6 × 1 അല്ല 6 × 1 അല്ല 6 × 2 ഏതെടുത്താലും എന്തായാലും കോമ്പോസിറ്റ് നമ്പറായി പോകും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പ്രൊഡക്റ്റ് ഓഫ് നമ്പർ ബീങ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് വരുന്നത്? 8 പോസിബിൾ പെയേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? 1 2 3 4 5 6 7 8 എണ്ണം മാത്രമേ ഉള്ളൂ. ആകെ എത്ര എണ്ണം ഉണ്ട്? 100 ജോഡി കിട്ടുമല്ലോ. 10 × 10 വരെ ഇത് 10 20 30 അങ്ങനെ ആകെ മൊത്തം 100 പോസിബിലിറ്റീസ് ഉണ്ട്. അതിനകത്തുനിന്ന് 8 എണ്ണം മാത്രമേ നമ്പർ ഓഫ് പ്രോഡക്റ്റ് ഈ പ്രൈം നമ്പർ. അത് ഓപ്ഷൻ എയുടെ ആൻസർ 8/100. ഓക്കെ. അടുത്തത് പ്രോബബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ് ബീയിങ് പവർ ഓഫ് 2 വരുന്ന കേസ്. 2ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസ് നമുക്ക് എഴുതാം അല്ല? 1 × 2 എഴുതാം, പിന്നെ എന്ത് എഴുതാം? 1 × 4 എഴുതാം, 1 × 8 എഴുതാം, എഗെയിൻ 2 × 1 എഴുതാം, 2 × 2 എഴുതാം, 2 × 2 വരുന്ന എല്ലാ കേസസും നമുക്ക് എഴുതാം കേട്ടോ. 2 8s എഴുതാം. അടുത്തത് 4 1 എഴുതാം, 4 2 എഴുതാം, 4 4 എഴുതാം, 4 6 എഴുതാം, 8 1 എഴുതാം, 8 2 എഴുതാം, അതുപോലെ 8 4 എഴുതാം, 8 8 എഴുതാം. ആകെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. സോ 15/100 ആണ് പോസിബിലിറ്റി. ഓക്കെ. കട്ട് ചെയ്താൽ
3/20 എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ഓപ്ഷൻ ബിയുടെ ആൻസർ. അടുത്തത് 12th ക്വസ്റ്റ്യൻ ആണ്. ദ ടേബിൾ ബിലോ ഷോസ് ദ ഡെയിലി വേജസ് ഓഫ് 75 വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി. ഡെയിലി വേജ് ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്, നമ്പർ ഓഫ് വർക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇഫ് ദ വർക്കേഴ്സ് ആർ അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദെയർ വേജസ്, വാട്ട് ഈസ് ദ വേജ് ഓഫ് പേഴ്സൺ ഹൂസ് പൊസിഷൻ ഈസ് ടേക്കൺ ആസ് ദ മീഡിയൻ? വിച്ച് ഈസ് ദ മീഡിയൻ ക്ലാസ്? കാൽക്കുലേറ്റ് ദ മീഡിയൻ ഡെയിലി വേജ്. ഓക്കെ, ഡെയിലി വേജ് എഴുതുമ്പോൾ നമ്മൾ ലെസ് ദാൻ 100, ലെസ് ദാൻ, അതായത് 600 താഴെ ശമ്പളം വാങ്ങുന്ന എത്ര പേരുണ്ട്? 10 പേര്. ഇനി ലെസ് ദാൻ 700 എന്ന് പറയുന്നത് 10ൻ്റെ കൂടെ 22 കൂടെ ആഡ് ചെയ്യണം, അതായത് 32. ശ്രദ്ധിച്ച് എഴുതണം കേട്ടോ. ദെൻ ലെസ് ദാൻ 800 എന്ന് പറയുന്നത് 32ൻ്റെ കൂടെ 20 കൂടെ ആഡ് ചെയ്ത് 52. ദെൻ വീണ്ടും ലെസ് ദാൻ 900, 900 രൂപയിൽ താഴെ വാങ്ങുന്നത് എത്ര പേരുണ്ട്? അതിൻ്റെ കൂടെ 15 കൂടെ ആഡ് ചെയ്ത് 67. ദെൻ ലെസ് ദാൻ 1000, 1000 രൂപയിൽ താഴെ ശമ്പളം വാങ്ങുന്ന അവിടുത്തെ എല്ലാവരും ഉണ്ടല്ലേ, അതായത് 75. നമ്പർ ഓഫ് വേജസോടെ ടോട്ടൽ എത്ര ഉണ്ട്? 75 ആൾക്കാരാണുള്ളത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 75 പേരുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മിഡിലിൽ നിൽക്കുന്ന ആൾ വാങ്ങുന്നതാണല്ലോ മീഡിയൻ വേജ്. അപ്പം മിഡിലിൽ നിൽക്കുന്ന വർക്കർ എത്രാമത്തെയാണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഈ 75ൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഒന്നുകൂടെ ആഡ് ചെയ്ത് 75 + 1/2, അതായത് 75 1 76/2, അതായത് 38ാമത്തെ വർക്കറാണ് എന്ത്? മീഡിയൻ വേജ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് മീഡിയൻ വേജ് വാങ്ങുന്ന ആളുടെ പൊസിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എയുടെ ആൻസർ 38th. ഓക്കെ, ഇനി ഓപ്ഷൻ ബി എന്താണ്? വാട്ട് ഈസ് ദ മീഡിയൻ ക്ലാസ്? 38ാമത്തെ ആൾ വന്ന് നിൽക്കുന്നത് ഏത് മീഡിയൻ ക്ലാസ്സിലാണ് വന്ന് നിൽക്കുന്നതെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ 38 എന്ന് പറയുന്നത് നോക്ക്, 32നും 52നും ഇടയിലല്ലേ നിൽക്കുന്നേ. ഇതാ ഇങ്ങനെയാണ് നമ്മളതിനെ വരച്ചെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ ആൻസറിന് മുന്നേ ഇവിടെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്, നമുക്കതൊന്ന് ചെയ്തിട്ട് പോകാം. അപ്പം നമ്മളിവിടെ എന്തായാലും ഇവിടെ എത്രത്തോളം ഡിഫറൻസ് ശമ്പളത്തിൽ വ്യത്യാസം വരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഡി കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് എന്താണ്? 800, അതായത് ഇങ്ങനെ ഡിഫറൻസ് എടുക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് 800 - 700 ഡിവൈഡഡ് ബൈ 52 - 32, ദാറ്റ് ഈസ് ഈക്വൽ ടു 100. 52 - 32 0, 5ൽ നിന്ന് 3 കുറച്ചാൽ 2 20. കട്ട് ചെയ്യുമ്പം 5 കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5ആണ് കിട്ടുന്നത്. അപ്പം നോക്കുക, 700 രൂപ വരെ ശമ്പളം വാങ്ങുന്ന 700 വരെ ശമ്പളം വാങ്ങുന്നത് 32ാമത്തെ ആളാണ്. 32ാമത്തെ ആളിൻ്റെ ശമ്പളം 700 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കോമൺ ഡിഫറൻസ് 5 അല്ലേ. ഇനി 700 to 705 വരെ ശമ്പളം വാങ്ങുന്നത് 33ാമനാണ്. അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. 700 to 705 വരെ ശമ്പളം വാങ്ങുന്നത് 33ാമൻ. ദെൻ 705 to 710 വാങ്ങുന്നത് 34ാമൻ. നമുക്ക് കണ്ടെത്തേണ്ട എത്രയാണ്? 38ാമത്തവൻ വാങ്ങുന്ന ശമ്പളമാണ് നമുക്കറിയേണ്ടത്. ഓക്കെ, ഇനി നമ്മളിവിടെ മീഡിയൻ ക്ലാസ് എഴുതിയില്ലല്ലോ. 700 to 800 ആണ് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. 700നും 800നും ഇടയ്ക്കുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ 700 to 800 ആണ് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി 5 കൂട്ടി, ഇനി 5 ആണല്ലോ കോമൺ ഡിഫറൻസ് കിട്ടിയ, 5 കൂട്ടി എഴുതുക. 705 മുതൽ 710 വരെ സാലറി വാങ്ങുന്ന 34ാമത്തെ ആളാണ്. 710 to 715 വരെ വാങ്ങുന്നത് 35ാമത്തെ ആൾ. 715 to 720 വരെ ശമ്പളം വാങ്ങുന്നതാണ് ആര്? 36ാമൻ. 720 to 725 വരെ ശമ്പളം വാങ്ങുന്നതാണ് 37ാമൻ. 725 to 730 വരെ ശമ്പളം, 725നും 730നും ഇടയിലാണ് 38ാമത്തവൻ വാങ്ങുന്ന ശമ്പളം. അതായത് 725നും 730ൻ്റെയും കറക്റ്റ് മിഡിലുള്ള വാല്യൂ ഏതാണ്? 725ഉം 5ഉം, അതായത് 5ൻ്റെ നേർപകുതി എന്ന് പറയുന്നത് 2.5 അല്ലേ. അപ്പോൾ 725ൻ്റെ കൂടെ 2.5 കൂട്ടിയാൽ മതി. 725ഉം 2ഉം 727 അല്ലേ, 727. ഇതാണ് ഏത്? 38ാമത്തവൻ വാങ്ങുന്ന ശമ്പളം. 727.5 rupees കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം?
അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടെ കൂട്ടുക, 725 730 കൂട്ടിയിട്ട് ബൈ 2 ചെയ്താൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് മിഡിൽ കിട്ടും. പക്ഷേ ഇത് മൈൻഡ് കണക്ക് കൂട്ടിയാൽ 725 5 ഡിഫറൻസ് അല്ലേ, 5 നേർ പകുതി, അതായത് 725 2.5 കൂട്ടുക, അത്രേ ഉള്ളൂ. അടുത്തത് സെക്ഷൻ സി ആണ്. ദ ലൈൻ ജോയിനിങ് ദ പോയിൻറ്റ്സ് 1, -2 and 6, 3 intersect the x-axis at P. Calculate the coordinates of P. 1, 2 എന്നുള്ള പോയിൻറ്റും 5, 3 എന്ന പോയിൻറ്റും പി എന്ന പോയിന്റിൽ കട്ട് ചെയ്യുന്നുവെങ്കിൽ പിയുടെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേഷ്യോ എടുക്കണം. ഇവിടെ നമുക്ക് റേഷ്യോ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം എക്സ് ആക്സിസെ കൂടി ടച്ച് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ വൈ കോർഡിനേറ്റ് എന്താണ്, വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആണ്, ഒരു സംശയമൊന്നുമില്ല. ഇനി എന്ത് ചെയ്യുക, ഇവിടെ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് ആൻഡ് ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് ആൻഡ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇതിനോടുകൂടി ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്തെടുത്താൽ മതി. സോ 1 + 2 ഇഷ്ടമുള്ള നമ്പർ ആഡ് ചെയ്ത് 1 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3, 0 ആണ്. ആ പോയിന്റിൽ നിന്ന് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ആദ്യം ഈ പോയിന്റ് നമ്മൾ ഒരു XY കോർഡിനേറ്റ്സിൽ വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് 0, 1 നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യ യൂണിറ്റ് ആയിട്ട് വേണം അടയാളപ്പെടുത്താൻ കേട്ടോ. 5 ഇങ്ങോട്ടേക്ക് 1, 2, 3, 4, 5. ആദ്യം 1, 2 എക്സിൻ്റെ 1ഉം വൈയുടെ 2 ഇതാ ഇവിടെ വരും. ഇതാണ് 1, 2 എന്നുള്ള പോയിന്റ്. ദെൻ എക്സിൻ്റെ 2 വൈയുടെ 4 ഇതാ ഇവിടെ വരും. 2, 4. അടുത്തത് 5 എക്സിൻ്റെ 5 വൈയുടെ 4, എക്സിൻ്റെ 5 വൈയുടെ 4 ഏകദേശം ഇതാ ഇവിടെ വരും. വേണ്ടതായി ഈ ലൈൻസ് നമ്മൾ എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു. ഇത് 5, 4 ആണ് കേട്ടോ, ഇത് 2, 4. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഡ്രോ ദ പാരലോഗ്രാം taking these as 3 vertices, what are the coordinate of the fourth vertex. അപ്പോൾ ഒരു പാരലോഗ്രാം വരയ്ക്കാൻ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഈ ലെങ്ത് 2 മുതൽ 5 വരെയാണ് ഇത് നീണ്ടിരിക്കുന്നത്. അപ്പോൾ 2 എവിടെ എത്തി, 5-ലെത്തിയെങ്കിൽ എത്ര സെൻറ്റിമീറ്റർ, 3. അപ്പോൾ 1-ൽ നിന്ന് നമ്മൾ എത്ര നിൽക്കണം, 3 സെൻറ്റിമീറ്റർ നീക്കിയാൽ ഇവിടെ എത്ര, നമ്മൾ 4-ലെത്തും. ഓക്കെ, 4 എന്ന് പറയുന്ന പോയിന്റിലെത്തും. സോ അപ്പോൾ ഈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്, കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് 4 വരും, വൈ എന്ന് പറയുന്നത് 2, 4, 2 വരും കേട്ടോ. ഇങ്ങനെയാണ് പാരലോഗ്രാം നമുക്ക് 4, 2. ടീച്ചറെ ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ മാറിപ്പോയതാണ്, ക്വസ്റ്റ്യനിൽ 5, 2 എന്നായിരുന്നു, 5, 4 എന്നായിപ്പോയി, അത് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പാരലോഗ്രാം ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ പിക്ചർ എ ലൈൻ ഇൻ്റർസെക്റ്റ് ദ ആക്സിസ് അറ്റ് എ ആൻഡ് ബി വിത്ത് OA equal to 5 cm and OB equal to 3 cm. What are the coordinates of A and B? Calculate the slope. Then calculate the slope of the line and write its equation. Calculate the coordinate of the circumcenter of triangle AOB. നോക്കാം. ഓപ്ഷൻ എയുടെ ഉത്തരം നമുക്ക് വേഗം, ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വേഗം കണ്ടുപിടിക്കാം. ഇത് 5 സെൻറ്റിമീറ്റർ ആണല്ലോ ഇങ്ങോട്ട് പോകുന്നിരിക്കുക. അപ്പോൾ ഇതെന്താണ്, ഇത് 5, 0 ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്, എക്സ് 0യും വൈ 3, 0, 3 ആണ്. അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസറായി 5, 0 and 0, 3. ദെൻ കാൽക്കുലേറ്റ് ദ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ. ഈ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലേ. ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 ആണ്. എന്താണ്, y2 y1ഉം നമ്മൾ എടുക്കേണ്ടത് ഏതാണ്, 2, 3 - 0 ഡിവൈഡഡ് ബൈ 0 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു -3/5. ഓക്കെ, ഇതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ നമുക്ക് കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ആൻഡ് റൈറ്റ് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ എഴുതാൻ പറയുമ്പം ഒരു പോയിന്റ് നമ്മൾ എന്തെടുക്കുക, 3, 0 എന്നും 3, 0 എന്നുള്ള അല്ലെങ്കിൽ 0, 3 എന്നുള്ള പോയിന്റും ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. ഒരെണ്ണം എക്സ് വൈ എന്നും എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സ്ലോപ്പ് എന്താ, സ്ലോപ്പ് -3/5 എന്ന് എഴുതുന്നത്. ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ എക്സ് വൈ അങ്ങനെ തന്നെ ഇക്വേഷനും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളത് എഴുതുമ്പോൾ എങ്ങനെ എഴുതും, y -3 ഡിവൈഡഡ് ബൈ x - 0 ഈക്വൽ ടു -3/5 എന്ന് വരും. സോ ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി 5 × 5y - 3 ഈക്വൽ ടു -3 × x എന്ന് വരും. ഇക്വേഷൻ അങ്ങോട്ടേക്ക് ചാടിച്ച് നമുക്ക് എങ്ങനെ എഴുതാം, 3x + 5y - 15 ഈക്വൽ ടു 0. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എടുത്തതാണ് കേട്ടോ. എന്നിട്ട് എല്ലാത്തിനും കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന് മൈനസ് ഇങ്ങോട്ട് വരും, പ്ലസ് ആയി, അങ്ങനെ ഇക്വേഷനായി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം കണ്ട് നിങ്ങൾ ഞെട്ടുമൊന്നും വേണ്ട. കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ് ഓഫ് ദ സർക്കംസെൻറ്റർ ഓഫ് ദ ട്രയാങ്കിൾ AOB.
ട്രയാങ്കിൾ എ ഒ ബിയുടെ സർക്കംഫറൻസ് ഇത് നോക്കുക. ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഇത് നോക്കുക. ഇത് റൈറ്റ് ട്രയാങ്കിളാണെന്ന് വിചാരിക്കുക. റൈറ്റ് ട്രയാങ്കിളിൻ്റെ നമ്മൾ ലൈൻ ബൈസെക്ടർ വെച്ച് വരയ്ക്കുമ്പോൾ കിട്ടുന്ന മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഹൈപ്പോട്ടനൂസിന് നടുക്കായിരിക്കും. ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റുള്ളൂ, സർക്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതിന് മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നതല്ല, മിഡ് പോയിന്റ് തിയറം നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താണ്? x1 + x2/2 y1 + y2/2 ആണ്. സോ അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ വരും? നമ്മുടെ ആൻസർ ആദ്യത്തേത് 5/2, മറ്റേത് 3/2. 3 എഴുതി വെച്ചാൽ മതി. ദിസ് ഈസ് ദ സർക്കംസെൻറ്റർ ഓഫ് ദ സർക്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ സർക്കിൾ ഡ്രോൺ വിത്ത് ദ ലൈൻ ജോയിനിങ് -1, 2 and 7, 8 hours diameter. Question number 1. Calculate the coordinate of the center of the circle and its radius. Write the equation of the circle. E01 a point on this circle. അപ്പോൾ സെൻറ്റർ ഓഫ് ദ സർക്കിളിലേക്ക് ഡയമീറ്ററിൻ്റെ എൻഡ് പോയിൻറ്റ്സിൽ 2 പോയിൻ്റില്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. നമ്മുടെ മിഡ് പോയിൻ്റ് x1 + x2/2 y1 + y2/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6/2 3 വരും. ഇത് 8 2 10 പേരുണ്ട് 5 വരും. 3, 5 ആർ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അപ്പോൾ സെൻറ്റർ ഓഫ് ദ സർക്കിൾ കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം എന്ത് വേണം? റേഡിയസ് വേണം. റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മിഡ് പോയിൻറ്റ് 3ഉം 5ഉം ആണ്. സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻ്റ് നമ്മൾ എടുത്തു. പോയിൻ്റ് എന്ന് പറയുന്നത് 7, 8 എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് ആണല്ലോ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിച്ച് റേഡിയസ് ഈസ് ഈക്വൽ ടു √(x2 - x1) സ്ക്വയർ പ്ലസ് y2 - 8 - y the whole square. That is equal to 7 - 3 4 square plus 8 - 5 3 square. That is equal to 25 വരും. അതിൻ്റെ സ്ക്വയർ റൂട്ടായ 5 ആണ് എന്ത് റേഡിയസ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. ഇനി സർക്കിളിൻ്റെ ഇക്വേഷൻ എഴുതാനും ഡിസ്റ്റൻസ് ഫോമിൽ തന്നെ എന്താണ്? x - y the whole square അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് x - 3 the whole square പ്ലസ് y - 5 the whole square ഈക്വൽ ടു 5 സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യുക? ഇക്വേഷനെ നമ്മൾ നേരിട്ടങ്ങ് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്ത് x² - 3 2s are 6x plus 9 plus y² - 5 2s are 10y plus 25 ഈക്വൽ ടു 25. ഇനി എല്ലാം കൂടെ ഒന്ന് ചെയ്താൽ മതി. x² plus y² minus 6x minus 10y plus 9. ഈ -25 ഇങ്ങോട്ട് വരുമ്പോൾ ഇത് രണ്ടും കൂടെ കട്ടായി പോയി ഈക്വൽ ടു 0. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അടുത്ത അവരുടെ മൂന്നാമത്തെ ചോദ്യം. ഈ 0, 1 എ പോയിൻ്റ് ഓൺ ദി സർക്കിൾ എന്ന്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ ഇക്വേഷനിൽ എക്സിന് 0, 1 എന്ന പോയിൻ്റ് ഈ സർക്കിളിലെ ഒരു പോയിൻ്റാണ്. അപ്പോൾ എന്ത് ചെയ്യുക? എക്സിന് നമ്മൾ 0 ഇവിടെ 0 കൊടുക്കുന്നു, വൈക്ക് നമ്മൾ 1 കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ആൻസർ കിട്ടണം. അങ്ങനെയാണെങ്കിൽ അത് സാറ്റിസ്ഫൈഡ്, ഇക്വേഷൻ സാറ്റിസ്ഫൈഡ്. ദാറ്റ് ഈസ് ഇതെന്താ? 3യുടെ സ്ക്വയർ 9 വരും. 1 - 4 എന്ന് വെച്ചാൽ 1 - 5 എന്ന് വെച്ചാൽ 4 വരും. 4ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 16. 16 9 25. ശരിയല്ലേ? കണ്ടോ? കറക്റ്റ് നമുക്ക് 5 സ്ക്വയർ കിട്ടുകയും ചെയ്തു. അപ്പം 0, 1 ഈസ് എ പോയിൻ്റ് ഓൺ ദി സർക്കിൾ എന്ന് എഴുതാം. യെസ്, 0, 1 ഈസ് എ പോയിൻ്റ് ഓൺ ദി സർക്കിൾ. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് 1 + 2 + 3 + etc. + 20യുടെ ആൻസർ കണ്ടുപിടിക്കണം. 3 + 6 + 10 + etc. + 60. അതുപോലെ കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ ഫസ്റ്റ് 20 ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഹൂസ് ആൾജിബ്രിക് ഫോം ഈസ് x = 3n + 2. നോക്കാം. അതായത് 1 + 2 + 3 + etc. + 20. അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് അല്ലേ? അതായത് n × n + 1/2 20 × 21/2 ദാറ്റ് ഈസ് ഈക്വൽ ടു കട്ട് ചെയ്യുമ്പോൾ 10 10 × 21 210 ആദ്യത്തെ 20 പദങ്ങളുടെ സം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എ കഴിഞ്ഞു. ഓപ്ഷൻ ബി എന്താ ചോദിച്ചിരിക്കുന്നത്? 3 + 6 + 9 + etc. + 60 എന്നാ. അപ്പോൾ ഇത് 3യുടെ മൾട്ടിപ്പിൾ അല്ലേ ഇത്? നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്നെല്ലാം 3 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇത് 1 + 2 + 3 + etc. +
20 തന്നെയാണല്ലോ വരുന്നത്. സോ 1 + 2 + 3 + etc + 20 നമുക്ക് ഓൾറെഡി അറിയാം 210. സോ 3 × 210 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 630. ഓക്കെ. ഇനി ഓപ്ഷൻ സി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ സി എന്ന് പറയുന്നത് സം ഓഫ് ഫസ്റ്റ് 20 ടേംസിൻ്റെ സമ്മ. അത് അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ നോക്കാം. Calculate the sum of first 20 term of the arithmetic sequence whose algebraic form of xn is equal to 3n + 2 എന്നുള്ള ആൽജിബ്രൈക്ക് ഫോം ഉള്ള ഒരു സീക്വൻസിൻ്റെ ആദ്യത്തെ 20 പദങ്ങളുടെ സമ്മ്. അപ്പോൾ സീക്വൻസിൻ്റെ ആൽജിബ്രൈക്ക് ഫോം 3n + 2 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 2 5 വരും. സെക്കൻഡ് ടേം 3 2s are 6 + 2 8 വരും. അടുത്തത് 3 3s are 9 + 2 that is 11 etc. അങ്ങനെ nth ടൈം, അതായത് 20 പദങ്ങളല്ലേ. സോ 3 × 20 + 2 അതായത് 60 × 62 വരും അല്ലേ. ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 62 ആണ്. അപ്പോൾ ഇത്രയും പേരുടെ സമ്മ് കണ്ടുപിടിക്കാം. നമുക്ക് സമ്മ് കണ്ടുപിടിക്കാനുള്ള ഉള്ള ഇക്വേഷൻ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് ചെയ്യാം? 20/2 ഇൻറ്റു ഫസ്റ്റ് ടൈം x1 + xn 5 + 62. 20/2 എന്ന് വെച്ചാൽ 10 ഇൻറ്റു 62 5 67 വരും അല്ലേ. സോ 67 × 10 670 എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ദ സം ഓഫ് ഫസ്റ്റ് n ടൈംസ് ഓഫ് an arithmetic sequence is 3n² + n. Find the first term of the sequence and the sum of the first two terms. Write the algebraic form of the arithmetic sequence. ഓക്കെ, നോക്കാം. ഇത് തന്നിരിക്കുന്ന സമ്മിൻ്റെ ഇക്വേഷനാണ്. അത് നമ്മൾ ഓർത്തിരുന്നോണം കേട്ടോ. സാധാരണ ഒരു ആൽജിബ്രൈക്ക് ഫോം അല്ല, സമ്മിൻ്റെ ആൽജിബ്രൈക്ക് ഫോമാണ് തന്നിരിക്കുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്തോണം. ആൽജിബ്രൈക്ക് ഫോം 3n² + n എന്നുള്ളതാണ്. അവിടെ നമുക്ക് ഫസ്റ്റ് ടേം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 3 × 1² + 1 അതായത് 3 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ്. ദെൻ സം ഓഫ് ഫസ്റ്റ് 2 ടൈം, ആദ്യത്തെ 2 പേരുടെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 3 × 2² + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 2s are 4 3s are 12 + 2 14 വരും. അപ്പോൾ ആദ്യത്തെ ആൾ 4 ആണ്. അടുത്ത 2 പേരെ തമ്മിൽ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 14. അപ്പോൾ ഈ നമ്പർ എത്രയാണ്? 14. അപ്പോൾ 4 10 6 ആണ് കൂടുന്നത്. 10 6 16 16 4 6 16 6 22 എക്സെട്ര. ഇതാണ് നമ്മുടെ യഥാർത്ഥ സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് ദ ആൽജിബ്രൈക്ക് ഫോം ഓഫ്, ഈ നമുക്ക് കിട്ടിയ ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൽജിബ്രൈക്ക് ഫോം ചോദിച്ചിട്ടുണ്ട്. തന്നിരിക്കുന്നതിൻ്റെ ആൽജിബ്രൈക്ക് ഫോം എഴുതുമ്പോൾ എന്താണ്? dn + f - d അതല്ലേ ആൽജിബ്രൈക്ക് ഫോം. d എന്ന് പറയുന്നത് 6n, ഫസ്റ്റ് ടൈം 4 - 6 അതായത് 6n - 2. ഇതാണ് ആൽജിബ്രൈക്ക് ഫോം ഓഫ് ദി സീക്വൻസ്. ക്ലിയർ അല്ലേ? അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 80 cm ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് ഈക്വൽ ടു 396 സ്ക്വയർ സെൻറ്റിമീറ്റർ. റൈറ്റ് ദ ഫാക്റ്റ് ആസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്? നോക്കാം. ഇവിടെ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് അവർ എത്ര തന്നിട്ടുണ്ട്? 80 എന്നത്. ഇത് ആകെ ചുറ്റിയുള്ള അളവെന്ന് പറയുന്നത് 80 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം? അതായത് പെരിമീറ്റർ ഈസ് ഈക്വൽ ടു, പെരിമീറ്റർ എന്ന് പറയുന്നത് 80 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 സൈഡ്സ് ആഡ് ചെയ്യുന്നത് നമുക്ക് എന്ത് കിട്ടും? ലെങ്തും ഇത് ലെങ്ത്, ഇത് ബ്രെഡ്ത്ത് ആണെങ്കിൽ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 40 ആണ്. അപ്പോൾ ഒരാളെ നമ്മൾ എക്സ് എന്ന് വിളിച്ചാൽ മറ്റേ ആൾ എന്താണ്? 40 - x ആയിരിക്കുമല്ലോ. മൊത്തം രണ്ടും കൂടെയാണ് 40. അപ്പോൾ ഒരാൾ എക്സ് ആണെങ്കിൽ മറ്റേത് 40ൽ നിന്നും എക്സ് കുറയ്ക്കുന്നതായിരിക്കും. ഇനി എന്ത് ചെയ്യുക? പ്രൊഡക്റ്റ് ഓഫ് ദീസ് 2 ലെങ്ത് അല്ലെ ഈ 2 സൈഡ്സിൻ്റെ പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് എത്ര കിട്ടും? 396 കിട്ടും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? ഇങ്ങനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40x - x² = 396 എന്ന് വരും. ഇതൊന്ന് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതുമ്പം x² ടൈം ആദ്യം എഴുതണം. സോ ഒരു മൈനസ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താവും? x² - 40x ഇത് മൈനസ് ഈക്വൽ ടു -396 എന്ന് വരും. ഇനി നമുക്കിതെങ്ങനെ ചെയ്യാം?
മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഉള്ള ഇക്വേഷൻ ഇട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 40x പ്ലസ് 396 എന്ന് എഴുതുക. എന്നിട്ട് മൈനസ് ബി പ്ലസ് ഓർ മൈനസിൻ്റെ ഇക്വേഷൻ കൊടുക്കാം. മൈനസ് ഓഫ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ 1600 മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി 396 ബൈ 2 ഇൻറ്റു എ. 396 ഇൻറ്റു 4 എത്രയാണ് മക്കളെ? അത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1584 എന്ന് കിട്ടിയാൽ നമുക്കിവിടെ എഴുതാം 1584. 1600 നിന്ന് 1584 കുറച്ചാൽ 16 അല്ലേ? സോ അതായത് ഇവിടെ അപ്പോൾ റൂട്ട് 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 പ്ലസ് ഓർ മൈനസ് 4/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 44/2. 40 നിന്ന് 4 പോയാൽ 36/2. അതായത് 22 ഇത് 18. 22ഉം 18ഉമാണ് ആ മെഷർമെൻറ്റുകൾ. ഓക്കെ. ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ 22, 18. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ആൾജിബ്രൈക് ഫോം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 7, 11, 15. പ്രൂവ് ദാറ്റ് നോ പെർഫെക്റ്റ് സ്ക്വയർ ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. ഇതിനകത്ത് ഒരൊറ്റ പെർഫെക്റ്റ് സ്ക്വയർ പോലും ഈ സീക്വൻസിൽ ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ സീക്വൻസ് ഇതാണ്. സീക്വൻസ് എന്ന് പറയുന്നത് 7, 11, 15. ഇതിൻ്റെ ആൾജിബ്രൈക് ഫോം നമ്മൾ എഴുതുവാണ്. ആൾജിബ്രൈക് ഫോം എന്താ? dn പ്ലസ് എഫ് മൈനസ് ഡി ആണ്. ഡി എന്ന് പറയുന്നത് 7ഉം 4ഉം 11. 4n പ്ലസ് 7 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4n പ്ലസ് 3 ആണ് ആൾജിബ്രൈക് ഫോം. ഓക്കെ. അപ്പം ഇതിനകത്ത് ഒരൊറ്റ പെർഫെക്റ്റ് സ്ക്വയർ പോലും ഇല്ല എന്നാണ്. നമുക്ക് ഈ ഒരു സീക്വൻസിനകത്ത് സ്ക്വയർ നമ്പർ ആരാണ്? എന്താണ്? 4, 9, 16, 25 ഇങ്ങനെയുള്ളവരാരും ഇതിനകത്തില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ സീക്വൻസിൽ ഏത് നമ്പറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് റിമൈൻഡർ 3 കിട്ടണം. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഫോം എന്ന് പറയുന്നത് 4n പ്ലസ് 1, 4n പ്ലസ് 2, 4n പ്ലസ് 3 ആണ്. 4n പ്ലസ് 4 വരില്ല, കാരണം 4n പ്ലസ് 4 ഈസ് അഗെയിൻ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് പോകുന്നത്. അപ്പോൾ നോക്കുക, നമുക്ക് ഇതിൻ്റെ സ്ക്വയർ നമ്പർ എടുക്കാം. 4n പ്ലസ് 1ൻ്റെ സ്ക്വയർ എടുക്കാം. സ്ക്വയർ എടുക്കുമ്പോൾ 4n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 4n പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടെ എന്താ? ഇവിടെ നമുക്ക് 4n സ്ക്വയർ പ്ലസ് 4 8n പ്ലസ് 1. ഇവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്താ? 1 വരും. നമുക്ക് റിമൈൻഡർ എന്ത് വരണം? 3 വരണം. അപ്പം ഇതിൻ്റെ സ്ക്വയർ ആയിട്ടുള്ള നമ്പർ ആരും എവിടെ ഇല്ല, ഈ സീക്വൻസിൽ ഇല്ല. ദെൻ 4n പ്ലസ് 2ൻ്റെ സ്ക്വയർ നോക്കാം. അപ്പോൾ എന്ത് വരും? 4n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി 2 8 16n പ്ലസ് 2ൻ്റെ സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ ആകുമ്പോൾ 4 വരും. അപ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ റിമൈൻഡർ വരുന്നതിന് എഗെയിൻ മൾട്ടിപ്പിൾ ഓഫ് 4. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് നമുക്ക് റിമൈൻഡർ 3 ആണ് വരേണ്ടത്, എങ്കിൽ മാത്രമേ ആ ഒരു സീക്വൻസിൽ വരുള്ളൂ. അടുത്ത എന്താ? 4n പ്ലസ് 3 സ്ക്വയർ എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 4 2 8 3 24 24 വരും. 24n വരും പ്ലസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 വരും. അപ്പോൾ നമുക്ക് എന്താ? ഇവിടെയും റിമൈൻഡർ എന്ന് പറയുന്നത് 3 വരില്ല. അപ്പം ഈ 3 കേസിൽ എന്താ? ആ നമ്പേഴ്സ് അവിടെ സീക്വൻസ് ആയിട്ട് വരില്ല. സോ നോ പെർഫെക്റ്റ് സ്ക്വയർ ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. ഒരു പെർഫെക്റ്റ് സ്ക്വയർ പോലും ഈ സീക്വൻസിൽ വരില്ല എന്ന് എഴുതാം. നോ പെർഫെക്റ്റ് സ്ക്വയർ ഈസ് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. അടുത്തത്, റൈറ്റ് ദ പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 56 ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. ഇതിനെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുക. കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് വേർ ദ ഗ്രാഫ് ഓഫ് ദ പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 56 ഇൻ്റർസെക്റ്റ് അറ്റ് എക്സ് ആക്സിസ്. ഓക്കെ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇതാണ്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 56. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് വെച്ചിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ കൂട്ടുമ്പോൾ ഇതിൻ്റെ കോയിഫിഷ്യൻ്റായ 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടണം. 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 56 കിട്ടണം. അപ്പോൾ എന്തായാലും 8 7 അല്ല 8 7 അല്ലേ 56. 8 7 എന്തോ ചെയ്താൽ 1 കിട്ടും. ആർക്ക് മൈനസ് കൊടുക്കണം? നമുക്ക് പ്ലസ് 1 ആയതുകൊണ്ട് 8 മൈനസ് 7 എന്ന് കൊടുക്കാം. സോ ദ ഫാക്ടേഴ്സ് ആർ എന്താണ്? എക്സ് പ്ലസ് 8ഉം
എക്സ് മൈനസ് 7 ആ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഓപ്ഷൻ എയുടെ ആൻസർ ആയി. ഇനി ഓപ്ഷൻ ബി എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് വെർ ദ ഗ്രാഫ് ഓഫ് ദ പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 56 എന്ന ആ ലൈൻ എക്സ് ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോഴുള്ള കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? എക്സ് ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ y എലമെൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ എഴുതിയാൽ മതി? എക്സിൻ്റെ വാല്യൂ, എക്സിന് കിട്ടുന്ന വാല്യൂ എന്തൊക്കെയാണ്? -8 ഉം 7 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? -8, 0യും 7, 0യും സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് ഓപ്ഷൻ ബിയുടെ ആൻസർ കേട്ടോ. ഇതിലെ ചോദ്യങ്ങൾ നോക്കാം. കാൽക്കുലേറ്റ് ദ ഇൻ റേഡിയസ് ഓഫ് എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 8, 15, 17 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ R A/S എന്നാണ്. A മീൻസ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, എസ് എന്ന് പറയുന്നത് സെമി പെരിമീറ്റർ ആണ്. സോ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ എന്താണ് 8, 15, 17 എന്നുള്ളതാണ്. അപ്പോൾ ഇത് പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് ബേസ് ലെങ്ത് എന്ന് പറയുന്നത് 15ഉം ഹൈറ്റ് 8 ആയിരിക്കും. അല്ലെങ്കിൽ ബേസ് 8ഉം ഹൈറ്റ് 15ഉം എങ്കിൽ മാത്രമേ ഇതെങ്ങനെ വരുള്ളൂ? ഇത് 17 എന്ന് വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ = എന്താ? ഏരിയ = ½ ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ദാറ്റ് ഈസ് = ½ ഇൻറ്റു ബേസ് എത്രയാണ്? 15 ഇൻറ്റു ഹൈറ്റ് 8. ഇത് കട്ട് ചെയ്യുമ്പോൾ 15, 4 എത്ര വരും? 60 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത് ഏരിയ എന്ന് പറയുന്നത്. ഇനി എസ് എന്ന് പറയുന്നത് സെമി പെരിമീറ്റർ, അതായത് S = A+B+C/2 ആണ്. അതായത് 8 + 15 + 17 / 2. അതിൻ്റെ ആൻസർ എത്രയാണ്? നമുക്ക് അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് /2 ചെയ്യുമ്പം കിട്ടുന്നത് 60, 15, 8, 17 മൊത്തം കൂടി ആഡ് ചെയ്യുമ്പോൾ 40/2 എന്ന് വരും, അതായത് 20. അപ്പം എസ് എന്ന് പറയുന്നത് 20 കിട്ടും. അപ്പം നമുക്കിവിടെ എന്താണ്? A = 60, S = 20. കട്ട് ചെയ്യുമ്പോൾ 6/2, അതായത് 3 എന്ന് വരും. സോ റേഡിയസ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കണം. R = A/S എന്നുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ട്രയാങ്കിൾ ABC we have AB = 11 cm, AC = 8 cm and angle A = 60 degree. Calculate the height from AB to C. Calculate the area of the triangle. അപ്പോൾ ട്രയാങ്കിളിൻ്റെ മെഷർമെൻറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഫ്രം AB to C അല്ലേ? AB-യിൽ നിന്നും സിയിലേക്കുള്ള ഹൈറ്റ്, അതായത് ഈ ഉയരമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ എന്താണ്? നമുക്ക് ഈ ആംഗിൾ 60 എന്ന് തന്നിട്ടുണ്ട്. ഇത് 90 ആണ്, 30 ആണ്. അപ്പോൾ 30, 60, 90 ആണ്. അപ്പോൾ 90യുടെ ഓപ്പോസിറ്റാണ് 8 വന്നിരിക്കുന്നത്. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് ഇത് എന്താണ്? ഇത് 4 വരും, ഇത് 4√3 വരും. നമുക്കറിയാമല്ലോ 1:√3:2 എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ. സോ ഹൈറ്റ് 4√3 കിട്ടി. ദെൻ ഏരിയ = എന്താണ്? ഏരിയ = ½ ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഏരിയ എന്ന് പറയുന്നത്. സോ ½ = 11 ഇൻറ്റു 4√3 എഴുതുമ്പോൾ 44/2 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ നമുക്കൊന്നുകൂടെ കട്ട് ചെയ്ത് 22 എന്ന് എഴുതാം കേട്ടോ. 22√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്തത് 22ാമത്തെ ചോദ്യം. ദ ക്വാഡ്രിലാറ്ററൽ ABCD ഇൻ ദ പിക്ചർ ഇസ് എ സ്ക്വയർ ആൻഡ് ഇറ്റ്സ് ഹാഫ് ജോയിൻ ടുഗദർ. ഒരു ABCD എന്നൊരു സ്ക്വയറോടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്വയറിൻ്റെ പകുതി എന്ത് ചെയ്തു? കട്ട് ചെയ്ത് ഇങ്ങോട്ട് ചേർത്ത് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റ് ആംഗിൾ C ആൻഡ് D. ആംഗിൾ Cയും ആംഗിൾ Dയും എത്രയാണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് 90 ആണല്ലോ. അപ്പോൾ 90 നേരെ ഹാഫാണ് ഇവിടെ കട്ട് ചെയ്തത്. അപ്പോൾ ഇതെന്താ? ഇത് ഉറപ്പായിട്ടും ആംഗിൾ D എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ഇതും അപ്പോൾ എന്ത് തന്നെയാണ്? ആംഗിൾ ഡിയും എന്ത് തന്നെയാണ്? 45 ഡിഗ്രിയാണ്. പിന്നെ ഇഫ് ദ സർക്കിൾ ത്രൂ ദ പോയിന്റ് ABC ഈസ് ഡ്രോൺ, വേർ വുഡ് ബി ദ പൊസിഷൻ ഓഫ് D റിലേറ്റീവ് ടു ദ സർക്കിൾ Y. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? എയിലും ബിയിലും സിയിലും കൂടി ചേർത്ത് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും D എന്ന് പറയുന്ന പോയിന്റ്
ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. എന്താണ് ഇൻസൈഡ് ദ സർക്കിൾ ആവാൻ കാരണം? ഇത് എന്തായാലും ഗ്രേറ്റർ ദാൻ 90 ആണ്. ഗ്രേറ്റർ ദാൻ 90 എന്ന് മാത്രമല്ല ഈ ആംഗിൾ അല്ലേ, ഗ്രേറ്റർ ദാൻ 90 വരുന്ന ആംഗിൾ ഇൻസൈഡ് ദ സർക്കിൾ ആണെന്നല്ലേ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻസൈഡ് ദ സർക്കിൾ നമുക്ക് ധൈര്യപൂർവ്വം എഴുതാം. Then what about the position of A relative to the circle through the BCD? BCDയിൽ കൂടി നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പം എയുടെ പൊസിഷൻ എവിടെയായിരിക്കും? BCDയിൽ കൂടി നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ എയുടെ പൊസിഷൻ ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. ഓക്കെ, ഇനി അതിൻ്റെ ബി ഓപ്ഷനിലെ ചോദ്യമാണ് പറയുന്നത്. ചോദ്യം ഇതാണ്: ദ പിക്ചർ shows an isosceles trapezium and ABCD and in circle centered at O. ABCD എന്ന് പറയുന്ന ഒരു ഐസോസെലസ് ട്രപ്പീസിയമാണ്. അതുപോലെ തന്നെ O ഈസ് എ ഇൻ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് O. ഓക്കെ, ഇതിൻ്റെ സെൻറ്ററുമാണ്. ദെൻ വാട്ട് ഈസ് ദ സം ഓഫ് ദ ലെങ്ത് ഓഫ് പാരലൽ സൈഡ്സ്? പാരലൽ സൈഡ്സിൻ്റെ ഈ ലെങ്ത്തും എന്താണ് ഐസോസെലസ് ട്രപ്പീസിയം എന്ന് വെച്ചാൽ അതിൻ്റെ നോൺ പാരലൽ സൈഡ്സിൻ്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. അതാണ് ഐസോസെലസ് ട്രപ്പീസിയം. അപ്പോൾ ഇവിടെ പാരലൽ സൈഡ്സിൻ്റെ ലെങ്ത് ABയുടെ നീളം എത്രയാണ്, DCയുടെ നീളം എത്രയാണെന്നാണ് ചോദ്യം. AOB = 100 ഡിഗ്രി. കാൽക്കുലേറ്റ് AOD എന്തും തന്നിട്ടുണ്ട്, 100 തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ആംഗിൾ A ആൻഡ് ആംഗിൾ C പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ സം ഓഫ് ദ ലെങ്ത് ഓഫ് നോൺ പാരലൽ സൈഡ്സ് 4 + 4 ആണല്ലോ. സോ അത് തന്നെയായിരിക്കും സം ഓഫ് ദ ലെങ്ത് ഓഫ് പാരലൽ സൈഡ്സ്. അപ്പം AB + DC എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 8 തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ സം ഓഫ് ദ ലെങ്ത് ഓഫ് ദ പാരലൽ സൈഡ്സ് എത്രയാണ്? 8 തന്നെയാണ്. ഓക്കെ, ദെൻ AOB 100 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് AOB 100 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ Aയും ആംഗിൾ Bയും, ആംഗിൾ A എന്ന് പറഞ്ഞാൽ ഈ ശരിക്കും പറഞ്ഞാൽ OA ആൻഡ് OB ആർ ആംഗിൾ ബൈസെക്ടേഴ്സ് അല്ലേ? ബൈസെക്ടേഴ്സ് ആണല്ലോ അവർ. ബൈസെക്ടേഴ്സ് ആവുന്ന വെച്ചാൽ ഈ ആംഗിൾ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് എഴുതാൻ പറ്റും? ആംഗിൾ A പ്ലസ് ആംഗിൾ B = 2 × 80 നമുക്ക് പറയുന്നത് തെറ്റില്ലല്ലോ, കാരണം ഇത് രണ്ടും കൂടിയാണ് ഇപ്പോൾ 80. അങ്ങനെയാണെങ്കിൽ ആംഗിൾ Aയും ആംഗിൾ Bയുടെ ഫുള്ളായിട്ട് നമുക്ക് 2 × 180 ആംഗിൾ A പ്ലസ് ആംഗിൾ B = 160 എന്ന് പറയുന്നത് തെറ്റില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ A = എന്തെന്ന് എഴുതാം? 160/2 ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ A എന്ന് പറഞ്ഞാൽ 80 ഡിഗ്രിയാണ്. ആംഗിൾ A ഫുള്ളായിട്ട് എത്രയാണ്? 80 ഡിഗ്രിയാണ്. ഇനി നോക്കുക, ഒരു ഐസോസെലസ് ട്രപ്പീസിയത്തിലെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഇത് രണ്ടും എന്താണ്? ഇപ്പോൾ ഇത് പാരലാണല്ലോ, പാരലായതുകൊണ്ട് തന്നെ ഇത് ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് ഇതിൻ്റെ സമ്മ് 180. അപ്പോൾ ഈ ആംഗിൾ 80 ആണെങ്കിൽ അതെത്ര വരും? 180 - 80 ആയ 100 ആയിരിക്കും എന്ത്? ആംഗിൾ C എന്ന് പറയുന്നത്. സോ ആംഗിൾ C എന്ന് പറയുന്നത് 100ഉം ആംഗിൾ A എന്ന് പറയുന്നത് 80 ആയിരിക്കും. ഓക്കെ, അടുത്തത് ഇൻ ദ പിക്ചർ കോഡ് AB ആൻഡ് CD ഓഫ് എ സർക്കിൾ ഇൻ്റർസെക്റ്റ് അറ്റ് P പ്രൂവ് ദാറ്റ് PA × PB = PC × PD. PAയും PBയുടെയും പ്രോഡക്റ്റ് ഈക്വൽ ആണ് PC × PD എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് PA × PB = PC × PD എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് എന്ത് ചെയ്യുക? സിമിലർ ട്രയാങ്കിൾസിൻ്റെ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ ഇത് സെയിം കോഡാണല്ലോ, അതായത് ടോപ്പ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ആണ്. അപ്പോൾ ഇത് രണ്ട് സെയിം ആംഗിൾ വരുമ്പോൾ ഈ ആംഗിളും ഈക്വൽ ആണല്ലോ. അതുപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? ഈ ആംഗിൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്നുള്ള കോൺസെപ്റ്റ്, അതായത് ലൈനിന് മറ്റൊരു ലൈൻ മുറിച്ച് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് എടുത്താൽ ഈ ആംഗിൾ ചെയ്യും. അപ്പോൾ രണ്ട് ട്രയാങ്കിളിലെ ഈ രണ്ട് ആംഗിൾസ് ഒരുപോലെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിരിക്കും. ദെയർഫോർ നമുക്ക് എന്ത് എഴുതാം? ട്രയാങ്കിൾ APC സിമിലർ ആണ് ട്രയാങ്കിൾ എങ്ങനെ എഴുതാം? ട്രയാങ്കിൾ DPB എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ്, അതായത് AP/DP = PC/PB =
EAC/DP എന്ന് പറയാൻ പറ്റും. കാരണം സിമിലർ ആണെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എടുത്താലും സിമിലർ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് AP എന്നുള്ളതിന് PA എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. PA എന്ന് എഴുതാം കേട്ടോ. ഇതിന് PA, ഇത് PD എന്ന് എഴുതാവേ. തിരിച്ചു എഴുതിയെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ രണ്ട് ആംഗിൾസ് മാത്രം എടുത്താൽ PA/PD ഈക്വൽ ടു PC/PB. നിങ്ങൾ 9th ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? PA ഇൻറ്റു PB ഈക്വൽ ആണ് PC ഇൻറ്റു PD എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതി വയ്ക്കാം. മനസ്സിലായോ? ഹെൻസ് പ്രൂവ്ഡ്. അടുത്തത് ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 8 cm. സർക്കിളിൻ്റെ റേഡിയസ് 8 cm ആണ്. എ പോയിന്റ് P ഈസ് മാർക്ക്ഡ് 3 cm അവേ ഫ്രം ദ സെൻറ്റർ. 3 cm അകലെയായിട്ട് സെൻറ്ററിൽ നിന്ന് നമ്മൾ P എന്നൊരു പോയിന്റ് അടയാളപ്പെടുത്തിയെങ്കിൽ കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ കോഡ് ത്രൂ P വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയമീറ്റർ ത്രൂ P. അപ്പോൾ ഈ ലെങ്ത് ഓഫ് ദ കോഡ് ത്രൂ P വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയമീറ്റർ ത്രൂ P എന്നുള്ളത് കണ്ടെത്തണം. നോക്കാം. ലെങ്ത് ഓഫ് ദ ടു പാർട്സ് ഓഫ് ദ ഡയമീറ്റർ നമുക്കറിയാം അല്ലേ? R+X R-X എന്ന് പറഞ്ഞാൽ ഇവിടെ R എത്ര തന്നിട്ടുണ്ട്? 8. സെൻറ്ററിൽ നിന്നുള്ള പോയിന്റിൽ റേഡിയസിൽ നിന്നുള്ള അല്ലെങ്കിൽ സെൻറ്റർ പോയിന്റിൽ നിന്നും ഉള്ള P എന്ന പോയിന്റ് എത്ര ദൂരം അകലെയാണ്? 3. അപ്പോൾ 8+3 8-3 ആ രണ്ട് നമ്പേഴ്സായിട്ട് വരുന്നത് അല്ലേ? ഇൻറ്റു അല്ല. ഓക്കെ, അതായത് 11 5 ലെങ്ത് ഓഫ് ദ ടു പാർട്സ് ഓഫ് ദ ഡയമീറ്റർ കേട്ടോ. ഡയമീറ്ററിൻ്റെ രണ്ട് പാർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 11 5. സോ ഹാഫ് ഓഫ് ദ കോഡ് നമ്മൾ എടുക്കുന്നത് എങ്ങനെ? ഹാഫ് ഓഫ് ദ കോഡ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് കോഡ് ഈക്വൽ ടു 11 × 5 റൂട്ട് ഓഫ് 11 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 55 വരും കേട്ടോ. അപ്പോൾ ലെങ്ത് ഓഫ് ദ കോഡ് എന്ന് പറയുന്നത് 2 ഇൻറ്റു ചെയ്ത് ഹാഫ് ഓഫ് ദ കോഡ് റൂട്ട് 55 ആണെങ്കിൽ ലെങ്ത് ഓഫ് ദ കോഡ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ കോഡ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് 55. ഓക്കെ, അടുത്തത് 24ാമത്തെ ചോദ്യം. എ മാൻ 1.6 meter tall standing at the edge of a river bank sees the top of a tree at the edge of the other bank at an angle of elevation of 70 degrees. Stepping back 20 meters, he sees it at an angle of elevation of 35 degrees. Draw a rough sketch showing these details. Calculate the width of the river and height of the tree. അപ്പോൾ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്. ഒരു ചിത്രമാണ് നമുക്ക് ആദ്യം വരയ്ക്കേണ്ടത്. ചിത്രം വരയ്ക്കാം. ഇവിടെ കുട്ടിയുടെ പൊക്കം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങളും ശ്രദ്ധിച്ചോണം. കുട്ടിയുടെ പൊക്കം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും ആ വലിപ്പം നമ്മൾ കറക്റ്റായിട്ടും വരച്ചെടുത്തിരിക്കണം. അപ്പം ഒരു കുട്ടി, അതായത് 1.6 meter നീളമുള്ള ഒരു കുട്ടി ഒരു നദിയുടെ കരയിൽ നിൽക്കുന്നു. അപ്പോൾ ഇതൊരു നദിക്കരയാണെന്ന് വിചാരിക്കുക. അയാളുടെ പൊക്കമാണിത്. എന്നിട്ട് ഇതൊരു റിവറാണ്. ഇവിടെ ഒരു റിവറുണ്ടേ. റിവറിൻ്റെ കരയിലാണ് ആ കുട്ടി നിൽക്കുന്നത്. എന്നിട്ട് ഇത് റിവറാണ്. റിവറിൻ്റെ മറ്റൊരു കരയിലുള്ള ഒരു മരം നിൽപ്പുണ്ട്. അപ്പം മരം നിൽക്കുന്ന കുട്ടിയുടെ പൊക്കം മെൻഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് ആ പൊക്കം അവിടെ വരച്ചിരിക്കണം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വരച്ചെടുത്തു. ഇനി ഇവിടെ നിന്നുകൊണ്ട് ഈ കുട്ടി എന്ത് ചെയ്യുന്നു? ഈ മരത്തിൻ്റെ മുകളറ്റം 70 degree മേൽക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷനിൽ കാണുന്നു. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 70 degree എന്ന് കൊടുക്കണം. ഇനി എന്ത് ചെയ്യുന്നു? കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ആ കുട്ടി എന്ത് ചെയ്തു? സ്റ്റെപ്പിംഗ് ബാക്ക് 20 meters. ഇവനിവിടെ നിന്ന് 20 meter പുറകിലേക്ക് നടന്നു. അപ്പോൾ ഇത് 20 meter പുറകിലേക്ക് നടന്നു. അപ്പോൾ കുട്ടി ഇവിടെ എത്തി. അപ്പോൾ കുട്ടിയുടെ ഹൈറ്റ് ഇവിടെ മെൻഷൻ ചെയ്തോണം കേട്ടോ. ഇത് 1.6 എന്നുള്ളത് കിടപ്പുണ്ട്. ഇനി ഇവിടെ നിന്നുകൊണ്ട് അയാളുടെ ഇവിടെ നിന്നുകൊണ്ട് ആ കുട്ടി മരത്തിൻ്റെ മുകളറ്റം വീണ്ടും നോക്കുക. വീണ്ടും നോക്കുമ്പോൾ എത്ര ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിലാണ് കാണുന്നത്? 30 degree. അപ്പോൾ എപ്പോഴും അയാളുടെ ഐ വിഷൻ നിങ്ങൾ വരയ്ക്കണം കേട്ടോ. കണ്ണിൽ നിന്നുള്ള വരയാണ് വരയ്ക്കുന്നത്, കാലിൻ്റെ അവിടെ നിന്ന് വരയ്ക്കരുത്. അപ്പോൾ ഇതെന്താണ്? ഇത് 35 degree. മനസ്സിലായോ? അപ്പോൾ നമുക്ക് 2 മെഷർമെൻറ്റ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എന്തൊക്കെയാണ്? റഫ് ചിത്രം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ റഫ് ചിത്രം. ഇനി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഈ നോക്കേണ്ടത്.
നമുക്ക് ഈ ട്രീയുടെ ഹൈറ്റിനെ എച്ച് എന്ന് വിളിക്കാം. അപ്പോൾ എപ്പോഴും റൈറ്റ് ട്രയാങ്കിളിലാണ് കേട്ടോ ഇക്വേഷൻ റെഡി ആയിട്ട് വരേണ്ടത്. അപ്പം ഇക്വേഷൻ ഈ ലെങ്തും നമുക്ക് അറിഞ്ഞുകൂടെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ എന്ത് എഴുതാം ഇവിടെ? ടാൻ എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ ടാൻ 70 ഡിഗ്രി ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓക്കെ അല്ലേ? ടാൻ 70യുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ആ ടേബിൾ നോക്കാം കേട്ടോ. ടീച്ചർ ടാൻ 70യുടെ വാല്യൂ കാണുന്നില്ല. അപ്പോൾ നമുക്ക് ടീച്ചർ വേറൊരു എളുപ്പമാർഗ്ഗം അറിയാം. ഇത് 35ഉം ഇതെന്ന് പറയുന്നത് 110 ആണല്ലോ. അപ്പോൾ 110 35. അപ്പോൾ ഇത് 35. രണ്ടും 35 ഈക്വലായിട്ട് വരുവാണെങ്കിൽ ഈ ലെങ്ത് തന്നെയായിരിക്കും കേട്ടോ, ഈ ലെങ്ത്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ നമുക്കിവിടെ എന്തെടുക്കാം? ഇതല്ലേ കണ്ടെത്തണ്ടേ? ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇത് ഹൈപ്പോട്ടനൂസ്, ഓപ്പോസിറ്റും ഹൈപ്പോട്ടനൂസും വരുന്നത് സൈൻ അല്ലേ. സോ സൈൻ 70 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനൂസ്. ഹൈപ്പോട്ടനൂസ് എത്രയാണ്? 20. സോ അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? സൈൻ 70 ഇൻറ്റു 20. സൈൻ 70യുടെ വാല്യൂ നമുക്കറിയാം. സൈൻ 70യുടെ വാല്യൂ എന്ന് പറയുന്നത് 0.93 ആണ്. 0.93 ഇൻറ്റു 20. 0.93 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് 18.79 വരും. അപ്പോൾ ഇത്രയും ദൂരം എന്ന് പറയുന്നത് 18.79. അതിൻ്റെ കൂടെ ഈ പുള്ളിക്കാരൻ്റെ പൊക്കോട് കൂട്ടണ്ടേ, പ്ലസ് 1.6 കൂടെ ആഡ് ചെയ്താൽ ആൻസർ നമുക്ക് വരുന്നത് 20.39 ആണ്. എന്ത്? ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുന്നത് 20.39 ആയിരിക്കും. ക്ലിയർ ആയോ? അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത് അവർ? ഹൈറ്റ് ഓഫ് ദ ട്രീ, പിന്നെ വിഡ്ത്ത് ഓഫ് ദ റിവർ ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ വിഡ്ത്ത് ഓഫ് ദ റിവർ എന്ന് പറയുമ്പോൾ ഇത് 20യും ഇത് അഡ്ജസൻ്റ് സൈഡും അല്ലേ. അഡ്ജസൻറ്റും ഹൈപ്പോട്ടനൂസും വരുന്ന ആരാ? കോസ് 70 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് 70 ഈസ് ഈക്വൽ ടു എഴുതാം. കോസ് 70 ഈസ് ഈക്വൽ ടു അഡ്ജസൻ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. സോ കോസ് 70യുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? കോസ് 70 0.34 ആണ് കേട്ടോ. 0.34 ഇൻറ്റു 20 ഈക്വൽ ടു എക്സ്. എക്സ് എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ റിവർ ആണേ. 0.34 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ 6.84 മീറ്റർ ആണ് വിഡ്ത്ത് ഓഫ് ദ റിവർ. ക്ലിയർ ആയോ? അടുത്തത് എൻ്റെ ഓപ്ഷൻ ബി ആണ്. ദ പിക്ചർ ഷോസ് എ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ് സർക്കം സർക്കിൾ. വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ അതർ ടു സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. കറക്റ്റ് 2 millimeter. അപ്പം നമുക്ക് കോഡ് ലെങ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോഡ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ മറന്നു പോയടാ മക്കളെ. കോഡ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, കോഡ് ലെങ്ത് ഈസ് ഈക്വൽ ടു കോഡ് ലെങ്ത് ഈക്വൽ ടു 2r sin c by 2. ഓർമ്മയുണ്ടോ? അപ്പോൾ ഇവിടെ കോഡ് ലെങ്ത് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്? 6 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു r അറിഞ്ഞൂടെ. നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കണം. r ഇൻറ്റു സൈൻ c by 2 എന്ന് വെച്ചാൽ ഇത് 55ഉം 50, 55, 105 അല്ലേ. 105ഉം ബാക്കി എന്ത് വരും? സൈൻ 75 വരും. അതല്ലേ സൈൻ 75. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു r ഇൻറ്റു സൈൻ 75ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സൈൻ 75 0.97 ആണ് കേട്ടോ. 0.97. സോ r കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 6/2 ഇൻറ്റു 0.97. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യുക? 2ഉം 6 കട്ട് ചെയ്താൽ എന്താവും? r ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 0.97. എങ്ങനെയാണ് മക്കൾ ഇത് ഡിവൈഡ് ചെയ്യുന്നത്? അപ്പോൾ ഇപ്പോൾ താഴെ പോയിന്റ് വന്നുകൊണ്ട് ഒരു ഇൻറ്റു 100 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ താഴെയും മുകളിലെയും പോയിന്റ് പോയി കിട്ടും. അതായത് 300 ഡിവൈഡഡ് ബൈ 97. 300 ഡിവൈഡഡ് ബൈ 97 എന്ന് പറയുമ്പോൾ ആൻസർ ഈസ് നമുക്ക് ഏകദേശം 3.something കിട്ടും അല്ലേ. 3.1 എന്ന് മറ്റും നമുക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ എന്താണ് ചോദിച്ചത്? വാട്ട് ഈസ് ഡയമീറ്റർ? അപ്പോൾ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 6.27. ഡയമീറ്റർ ഈക്വൽ ടു 6 ഇൻറ്റു 2 ചെയ്താൽ മതി. 6.2. ഓക്കെ, നമുക്ക് ഇത്രയും വളഞ്ഞൊഴി വരണ്ടായിരുന്നു. 2r അവിടെ നിർത്തിയാൽ മതിയായിരുന്നല്ലേ മക്കളെ. 2r അല്ലേ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് 2r ഈക്വൽ ടു 6/0.97
97 എന്ന് എഴുതി ചെയ്തുകൊണ്ട് വരായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഡയമീറ്റർ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവായി കിട്ടിയതിന് കുഴപ്പമൊന്നുമില്ല. ഇത് സെയിം ആൻസർ തന്നെ ആയിരിക്കും വരുന്നത്. ഡയമീറ്റർ ഈക്വൽ ടു 6 പോയിൻറ്റ് സംതിങ് എന്ന് വരും. ഓക്കെ, കറക്റ്റായിട്ട് പറഞ്ഞാൽ 6.19 വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ബിയുടെ ലെങ്ത്തും പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, എ ബിയുടെ ലെങ്ത്തും എ സിയുടെ ലെങ്ത്തും അല്ലേ, അതെല്ലാം കണ്ടുപിടിക്കും. അപ്പോൾ എ ബി ഈക്വൽ ടു 2r sin c/2 എന്ന് പറയുമ്പോൾ 2r എന്താ 6.19 ഇൻറ്റു sin c/2 എന്ന് പറയുമ്പോൾ sin 50 അല്ലേ, ഇത് sin 50 വരും. അടുത്തത് 6.19 ഇൻറ്റു sin എത്ര വരും, sin 55 വരും. ആ രണ്ട് വാല്യൂവും കൊടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ sin 50യുടെ വില 6.19 ഇൻറ്റു 0.7660 വരും കേട്ടോ. നിങ്ങൾ മൾട്ടിപ്ലൈ എഴുതിക്കോളാമല്ലോ. ഇതിൻ്റെ വാല്യൂ കൊടുത്ത് കൃത്യമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരവായി. അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ അങ്ങ് എഴുതിക്കോളാം. 6.19 ഇൻറ്റു 0.76 ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4.7 വരും. അതുപോലെ ഇവിടെ 6.19 ഇൻറ്റു sin 55ൻ്റെ വാല്യൂ 0.81 ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5.1 എന്നും വരും. അപ്പോൾ ഓരോ സൈഡും നമുക്ക് കിട്ടുകയും ചെയ്തു. ഓക്കെ, അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യനിലെത്തി. കാൽക്കുലേറ്റ് ശരിക്കും ടീച്ചർ മടുത്തു കേട്ടോ, തുടർച്ചയായിട്ട് ഞാൻ എടുക്കുമായിരുന്നു, ശരിക്കും മടുത്തു. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ ലാർജസ്റ്റ് സ്ക്വയർ പിരമിഡ്, കോൺ ആൻഡ് സ്ഫിയർ വിച്ച് ക്യാൻ ബി പാക്ഡ് ഇൻ ടു എ ക്യൂബിക്കൽ ബോക്സ് ഓഫ് സൈഡ് 12 സെൻറ്റിമീറ്റേഴ്സ്. അതായത് 12 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉയരവും എല്ലാം ഉള്ള ഒരു ക്യൂബിക്കൽ ബോക്സിനകത്ത് വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം വലിപ്പമുള്ള ഒരു കോണ്, പിന്നെന്താണ് ഒരു സ്ഫിയർ, പിന്നെന്താണ് ഒരു സ്ക്വയർ പിരമിഡ്. ഇത്രയും സാധനത്തിൻ്റെ വോളിയമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ മാക്സിമം അവർ പറഞ്ഞിട്ടുണ്ട് 12 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ബേസ് ലെങ്ത് 12 ഉള്ള ഒരു സ്ക്വയർ പിരമിഡ് നമുക്ക് ചെയ്തെടുക്കാമല്ലോ, ഒരു പ്രശ്നവുമില്ലല്ലോ. അതുപോലെ ഇതിൻ്റെ റേഡിയസ് 12 കൂട്ടി നമുക്കുള്ള എടുക്കാവുന്നതിനും കുഴപ്പമില്ല. അതുപോലെ കോൺ ആണെങ്കിലും എന്ത് ചെയ്യുക, നമുക്ക് 12 കൂട്ടി എടുക്കാം. അപ്പോൾ സോ വോളിയം ഓഫ് എ സ്ക്വയർ പിരമിഡ്, വോളിയം ഓഫ് എ സ്ക്വയർ പിരമിഡ് എന്താണ്, 1/3 a സ്ക്വയർ h. അതായത് 1/3 ഇൻറ്റു 12 ഇൻറ്റു 12 സ്ക്വയർ മീൻസ് 12 ഇൻറ്റു 12 ഇൻറ്റു h എന്ത് തന്നെയാണ് 12. ഇത് കട്ട് ചെയ്തു 4, 12 ഇൻറ്റു 12 144 ഇൻറ്റു 4 576 സെൻറ്റിമീറ്റർ ക്യൂബായിരിക്കും അതിൻ്റെ വോളിയം. ഇനി കോണിൻ്റെ എടുത്താലോ, കോണാവുമ്പോൾ വോളിയം ഓഫ് എ കോണും എന്താണ് 1/3 പൈ r സ്ക്വയർ h ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു പൈ ഇൻറ്റു r എന്ന് പറഞ്ഞാൽ 12ൻ്റെ പകുതി, അതായത് 6 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എന്ത് വരും, 12 തന്നെ വരും. അപ്പോൾ വേണമെങ്കിൽ നമുക്കിത് രണ്ടും കൂടി കട്ട് ചെയ്താൽ 4 ആകും. 36 ഇൻറ്റു 4 36 ഇൻറ്റു 4 വരുമ്പോൾ 144 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് വരും. ഇനി ലാസ്റ്റത്തെ എന്താണ്, വോളിയം ഓഫ് എ സ്ഫിയർ. ഈ ഇക്വേഷൻ എല്ലായിടെ മക്കളെ പഠിച്ചില്ലെങ്കിൽ പണി വാളും കേട്ടോ. വോളിയം ഓഫ് എ സ്ഫിയർ 4/3 പൈ r ക്യൂബ്. r എത്ര വരാം, 12 വരാം. പൈ ഇൻറ്റു 12 ഇൻറ്റു 12 ഇൻറ്റു 12, ഒരു 12 കട്ട് ചെയ്താൽ 4 വരും. 12 ഇൻറ്റു 12 144 ഇൻറ്റു 16, 144 ഇൻറ്റു 16 എന്ന് പറയുമ്പോൾ 200 പൈ r ക്യൂബ് അല്ലേ, സോ തെറ്റിപ്പോയിട്ടോ ടീച്ചർക്ക്. r എന്ന് പറയുമ്പോൾ 12ൻ്റെ പകുതിയിലേ വരുള്ളൂ. 6 ഇൻറ്റു 6 ഒന്ന് കട്ട് ചെയ്തപ്പോൾ 3 ആയി. 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 2 ആയി. 36 ഇൻറ്റു 2 72 ഇൻറ്റു 4 അല്ലേ, 72 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 288 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻ ബൈഹാർട്ട് പഠിക്കാതെ പോകരുത് കേട്ടോ. ഇപ്പോൾ എനിക്ക് എല്ലാ ഇക്വേഷനൊന്നും പറയാൻ തോന്നുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. എന്താണ്, സ്ക്വയർ പിരമിഡിനെ സംബന്ധിച്ച് നമുക്കുള്ളത് എന്തൊക്കെയാണ്,
സ്ക്വയർ പിരമിഡിനെ സംബന്ധിച്ച് എൽ എസ് എ ഈക്വൽ ടു 2AL. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് 2AL. ഓർമ്മയുണ്ടല്ലോ. ഇനി ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1/3 A സ്ക്വയർ H. ഇതാണ് ഒരു ഇക്വേഷൻ ഇതിനകത്തുള്ളത്. ഇനി ഒരു ഇക്വേഷൻ എന്താണ്? കോണിനെ ബേസ് ചെയ്തുള്ള ഇക്വേഷനാണ്. ഇതാണ് കോണിന് എന്തൊക്കെയുണ്ട്? CSA ഉണ്ട്, TSA ഉണ്ട്, വോളിയം ഉണ്ട്. CSA എന്താ? πRL, TSA πR സ്ക്വയർ പ്ലസ് πRL, വോളിയം 1/3 πR സ്ക്വയർ H. ക്ലിയർ ആയോ? ഇനിയുള്ളത് സ്ഫിയറാണ്. സ്ഫിയറിനെ സംബന്ധിച്ച് ഇതാണ് സ്ഫിയറിന് എന്തൊക്കെയുണ്ട്? TSA ഉണ്ട്, വോളിയം ഉണ്ട്. TSA എന്ന് പറയുന്നത് 4πR സ്ക്വയറും വോളിയം 4/3 πR ക്യൂബും. ഇനി ഹെമിസ്ഫിയറിൻ്റെ നേർപകുതി. അപ്പോൾ ഇതിന് നേർപകുതി എഴുതിയാൽ മതി. TSA എന്ന് പറയുന്നത് 2πR സ്ക്വയറും വോളിയം എന്ന് പറയുന്നത് 2/3 πR ക്യൂബും. ഇവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അകം പൊള്ളയാണെങ്കിൽ മാത്രമാണ് ഇത് കട്ട് ചെയ്യുമ്പം, ഇപ്പോൾ നമ്മൾ എന്തായാലും പ്ലാസ്റ്റിക് ബോളാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്കവിടെ അകത്ത് ശൂന്യമായ ഭാഗം. അപ്പം നമുക്ക് TSA 2πR സ്ക്വയർ തന്നെയാണ്. അതേസമയം ഒരു ഷോർട്ട് പുട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിലോ അടിഭാഗത്തൊരു സർക്കിളും കൂടി ഇല്ല. അപ്പം TSA എന്ന് പറയുന്നത് അവിടെ 3πR സ്ക്വയർ ആയിരിക്കും. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് ഏത് രീതിയിലുള്ളതാണെന്ന് നോക്കിയിട്ട് വേണം നിങ്ങളവിടെ TSA കാൽക്കുലേറ്റ് ചെയ്യാൻ കേട്ടോ. ഇതാണ് ആ ചാപ്റ്ററിലുള്ള ആകെ 6 ഇക്വേഷൻ. അതിനകത്ത് L കണ്ടെത്തുന്നത് ശ്രദ്ധിച്ചോണം. ഒരു ഇങ്ങനൊരു ചിത്രം ഉണ്ടെങ്കിൽ L എന്ന് പറയുന്നത് സ്ലാൻഡ് ഹൈറ്റ്. ഇതാണ് സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമ്മളുടെ പൈതഗോറസ് തിയറം ഉപയോഗിക്കണം. ഒരു റൈറ്റ് ട്രയാങ്കിൾ വന്നു. ഇത് ബേസിൻ്റെ പകുതി, ഇത് H ആണെങ്കിൽ L കണ്ടുപിടിക്കാൻ ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്ത് ഇതിൻ്റെ സ്ക്വയർ കിട്ടണം എന്നുള്ള കോൺസെപ്റ്റൊക്കെ വന്നോണം മനസ്സിൽ പെട്ടെന്ന്. ഇനി 25ാമത്തെ ക്വസ്റ്റിൻ്റെ ബി പാർട്ടാണ്. എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ഈസ് കട്ട് ഓഫ് ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 18 cm and bent into a cone. Calculated the radius, land height and area of the curved surface cone. Prove that for one. ഓക്കെ, ആദ്യത്തെ ഒന്ന് ചെയ്തിട്ട് പോവാവേ. അപ്പോൾ എന്താണ്? ഒരു സെക്ടർ ഓഫ് എ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി, ഒരു വലിയ സർക്കിൾ, അതിൽ നിന്ന് 120 ഡിഗ്രി സെക്ടർ നമ്മൾ കട്ട് ചെയ്തെടുത്തു. 120 ഡിഗ്രിയാണ് സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ, 120 ഡിഗ്രിയാണ്. അതിൻ്റെ റേഡിയസ് 18 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ സാധനം എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു കോൺ ഉണ്ടാക്കി. ഇങ്ങനൊരു കോൺ ഉണ്ടാക്കി. അപ്പോൾ ഈ സ്ലാൻഡ് ഹൈറ്റ് അല്ല, ഈ റേഡിയസ് ആണ് ഇവിടെ എന്തായിട്ട് വർത്തിച്ചത്? സ്ലാൻഡ് ഹൈറ്റ്. അപ്പോൾ ഇവിടെ ഇത് 18 വരും. ഈ റേഡിയസ് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആദ്യ ഭാഗത്ത് പഠിച്ചിരുന്ന ഒരു ഇക്വേഷൻ അത് ഓർത്തിരുന്നോളാം. R/R = x/360. R അറിഞ്ഞുകൂടാ, R അറിയാം. എത്രയാണ്? 18 = x 120. ഈ സെൻട്രൽ ആംഗിളിനെയാണ് അവർ x എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 120/360. ഇത് കട്ട് ചെയ്താൽ എന്ത് വരും? 1/3 വരും. സോ R = 18/3, അതായത് 6 cm. ഇതിൻ്റെ റേഡിയസ് എത്രയാണിത്? ഇതെന്ന് പറയുന്നത് 6 cm ആണ്. ഇനി അത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത്? കാൽക്കുലേറ്റ് ദ റേഡിയസ് കിട്ടി. റേഡിയസ് = 6 cm. സ്ലാൻഡ് ഹൈറ്റ് SL. സ്ലാൻഡ് ഹൈറ്റിനെ L എന്നാണ്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 18 തന്നെ. അവിടെ കണ്ടുപിടിക്കാനൊന്നും ഇല്ല. ദെൻ ഏരിയ ഓഫ് ദ കർവ്ഡ് സർഫസ് ഏരിയ CSA കണ്ടുപിടിക്കണം. CSA എന്ന് വെച്ചാൽ πRL ആണ്. അതായത് π × R × 18. π × R × 18 എന്ന് പറയുമ്പോൾ 108 π cm². ക്ലിയർ ആയോ? അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ഫോർ എ കോൺ മെയ്ഡ് ബൈ ബെൻഡിങ് a sector of central angle 120 degree cut off from any circle, the area of curved surface area is 3 times the base area. അപ്പോൾ നമുക്കിൻ്റെ ഓപ്ഷൻ ബി പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് ഏരിയ ഓഫ് ദ കർവ്ഡ് സർഫസ് ഏരിയ 3 times the ബേസ് ഏരിയ എന്നുള്ളതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ റീസൺ ആയിട്ട് എഴുതേണ്ടത് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സെക്ടർ 120 ഈസ്
1/3 പാർട്ട് ഓഫ് 360 ഡിഗ്രി. 120 ഡിഗ്രി എന്ന് പറയുന്നത് 1/3 പാർട്ട് ഓഫ് 360 ഡിഗ്രിയാണ്. Therefore, area of a sector is 1/3 part of the area of the circle. Therefore, curved surface area is 3 times the base area. Okay. അടുത്തത് ലാസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻസ്. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3 cm ആൻഡ് 2 ഓഫ് ദ ആംഗിൾസ് 55 ഡിഗ്രി ആൻഡ് 65 ഡിഗ്രി. ഇവിടെ സെക്കൻഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സർക്കിൾ 3 cm റേഡിയസിലുള്ള സർക്കിൾ വരയ്ക്കുന്നു. കോൺസെപ്റ്റ് ഇതാണ്. 3 cm റേഡിയസിലുള്ള സർക്കിൾ വരയ്ക്കുന്നു. എന്നിട്ട് സർക്കിളിൻ്റെ ഓൺ ദ സർക്കിളിലായിരിക്കണം എന്ത് 55 ഡിഗ്രിയും 65 ഡിഗ്രി. അപ്പോൾ ഇവിടെ സർക്കിൾ 55 വരണമെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ആംഗിളിൽ ഇതിൻ്റെ അതേ സെൻറ്റർ ആംഗിളിൻ്റെ ഹാഫാണ് ഇവിടെ വരുന്നത് എന്ന കോൺസെപ്റ്റ് പ്രകാരം ഇവിടെ 110 ഡിഗ്രിയും അതുപോലെ 65 ഇതിൻ്റെ ഇരട്ടി 55ൻ്റെ ഇരട്ടി നമ്മൾ 55 + 55 110 എന്നും 65 + 65 100 5 10 ശിഷ്ടം 130 അല്ലേ? ഈ 2 അളവുകൾ എവിടെ വരയ്ക്കണം? സെൻറ്റർ ആംഗിളിൽ വരയ്ക്കണം. അതിനുള്ള മാർഗ്ഗം എന്താണ്? വെറുതെ ഒരു ലൈൻ വരയ്ക്കുക. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 110 വരയ്ക്കുന്നു. പ്രൊട്രാക്ടർ എടുത്ത് തിരിച്ച് ഇങ്ങനെ വെച്ച് 130 വരയ്ക്കുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെ വരും. അങ്ങനെ 3 പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പോയിൻറ്റ്സ് എല്ലാം കൂടി ജോയിൻ ചെയ്ത് വരച്ചാൽ നമുക്ക് വേണ്ട സർക്കിളായി ട്രയാങ്കിളായി. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ് 7 cm 8 cm 9 cm ആൻഡ് ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിൾ. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ ആദ്യം വരയ്ക്കുന്നു. ട്രയാങ്കിളിൻ്റെ ആംഗിൾ ബൈസെക്ടർ വരച്ചാൽ മതിയാവും. ട്രയാങ്കിൾ നമ്മൾ എന്താണ് ഇത് 9 ഏതെങ്കിലും അളവ് താഴെ വരയ്ക്കുക. 9 cm കോമ്പസ് വെച്ചിട്ട് 8 cm ഇവിടെ വരയ്ക്കുന്നു. ഇവിടുന്ന് എത്രയാണ് 7 cm ഇങ്ങോട്ടേക്കും വരച്ച് അതെല്ലാം കൂടി ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കുക. ഇവിടുന്ന് ആംഗിൾ ബൈസെക്ടർ ഇങ്ങനെ വരയ്ക്കുന്നു. രണ്ടുകൂടെ ജോയിൻ ചെയ്യുന്ന പോയിൻ്റ് കുത്തി സർക്കിൾ വരയ്ക്കുന്നു. സർക്കിളിൻ്റെ റേഡിയസ് നിങ്ങളിങ്ങനെ ആർക്ക് വരച്ച് മെഷർ ചെയ്ത് എഴുതുക. ഓക്കെ, ഇതാണ് ഇൻ സർക്കിൾ. അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒരുപാട് ഉപകാരപ്പെടുമെന്ന് ടീച്ചർ വിചാരിക്കുന്നു. എല്ലാ പാഠങ്ങളും ഓൾ ഓവർ കയറി ഇറങ്ങിപ്പോയിട്ടുണ്ട്. നന്നായിട്ട് ഈ ക്വസ്റ്റ്യൻ ഈ വീഡിയോ പരീക്ഷയുടെ തലേദിവസം കണ്ടാൽ മതി കേട്ടോ. അതിന് മുന്നേ നിങ്ങൾ കാണണ്ട. കണ്ടാലും കുഴപ്പമില്ല. കണ്ടതിന് ശേഷം പാഠഭാഗങ്ങൾ നന്നായി വായിക്കുക. എക്സാമിൻ്റെ തലേദിവസം ഒന്നുകൂടി ഇത് കണ്ടിട്ട് പോയാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടുമെന്ന് ടീച്ചർ വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ടീച്ചർ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.